നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന ഈ നിസ്കാരം അതെന്താണ് ഈ നിസ്കാരം? ഈ നിസ്കാരം എവിടെയാണ് അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ 5 നേരം ഇങ്ങനെ ഓരോ സമയത്ത് നിസ്കരിക്കണമെന്ന് എവിടെയാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഇത് നിങ്ങളുടെ ഗ്രന്ഥം വെച്ചൊന്ന് കാണിക്കാൻ പറ്റുമോ? കാരണം അള്ളാഹു ഡയറക്റ്റ് ഇറക്കി തന്ന നിങ്ങളുടെ ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് പറയുന്നുണ്ട്. ഈ ഖുറാനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ 5 or 6 തൂണുകളോ ഒക്കെ ഉള്ള അതിലൊരു ഭാഗമാണ് നിസ്കാരം. അപ്പോ അത് എവിടെയാണ് ഖുറാനകത്ത് കൃത്യമായിട്ട് ഈ 5 നേരം ഇന്ന സമയം നിങ്ങൾ നിസ്കരിക്കണം, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം? അത് പ്രാർത്ഥനയാണ്, അത് അള്ളാഹുവിന് നിങ്ങൾ അർപ്പിക്കുന്ന ആരാധനയാണ്. അപ്പോൾ അത് എവിടെയാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? നിസ്കാരം 5 നേരം എന്നുള്ളത് ഇജ്മാ ആയ വിഷയമാണ്. എല്ലാ ഇമാമിയങ്ങളും എല്ലാ സഹാബകളും അംഗീകരിച്ച വിഷയം. അതാണ് ഏറ്റവും വലിയ പ്രമാണം, ഇജ്മാ. പിന്നെ മനസ്സിലാക്കാനായിട്ട് സൂറത്ത് മാഇദയിലെ 5-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ ഹദീസുകളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെ വിശദമാക്കി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമും ഹനഫി ഇമാമും ഒക്കെ വിശദമായിട്ട് വിശദീകരിച്ചു തന്നിട്ടുണ്ട് നിസ്കാരത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള ആയത്ത് സൂറത്തുൽ മാഇദ 5-ാമത്തെ സൂറത്തിന്റെ 5-ാമത്തെ ആയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട്. പിന്നെ ഹദീസ് വേണോ? 5-ാം അധ്യായത്തിൽ 5-ാം വാക്യമാണ്. എനിക്ക് മനസ്സിലായില്ല. സൂറത്ത് മാഇദ എന്ന് പറഞ്ഞാൽ 5-ാമത്തെ സൂറത്ത്. ഹദീസ് വേണോ? അതൊന്ന് വായിക്കാവോ? 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ആയത്തൊന്ന് വായിക്കാവോ? അപ്പം നമുക്ക് ഒന്ന് ക്ലിയർ ആവുമല്ലോ. ഈ 5 നേരം നിസ്കരിക്കുന്ന ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കൊമ്പിടണം, അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിക്കണം, വലത്തോട്ട് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടോ? അത് ഇജ്മായിലും കർമ്മശാസ്ത്രവും നോക്കണം. ഹദീസിനെയും ഗ്രന്ഥത്തിനെയും വിശദീകരിച്ചത് ഇമാമികളാണ്. അതനുസരിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. നിസ്കാരം ആണെന്നുള്ളതിന് ഞാൻ വേണ്ടി ഹദീസിന് തെളിവ് വായിക്കാം. അത് വേണമെങ്കിൽ കേട്ടോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഖുറാനിലെ ഇത് വായിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയാലോ? ഖുറാനിലുണ്ടോ ഡീറ്റെയിൽസ്? അതോ ഖുറാനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിസ്കാരത്തെ പറ്റി പറയുന്നത് ഈ പറഞ്ഞ സൂറത്ത് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഹദീസിൽ അതിനെ പറ്റിയിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത്. അതൊന്ന് വായിക്കോ? 5-ാം അധ്യായത്തിൽ അതൊന്ന് വായിക്കാവോ? കേൾക്കായിരുന്നു. വായിക്കാം. എങ്ങനെ 5 നേരം നിസ്കാരം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അല്ലേ? അങ്ങനെ ഇല്ല, അത് വിശദീകരിക്കണം. ഞാൻ പറഞ്ഞ ഇജ്മാ എന്ന് ആദ്യം പറഞ്ഞു. അതൊന്ന് വായിച്ചോളൂ, നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാമല്ലോ. എന്താണ് അവിടെ ഉള്ളതെന്ന് കേൾക്കാം. ഒന്ന് വായിക്കോ. 5-ന്റെ സോൾജറെ, ഞാൻ പിന്നെയും ആവർത്തിച്ചു, ഖുറാന്റെ ബാഹ്യമായ അർത്ഥം വെച്ച് വായിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടിയല്ല ഉദ്ദേശിക്കുന്നേ, അറിയാലോ. അങ്ങനെ വായിക്കുന്നത് വേറെ ഗ്രൂപ്പുകളിലുണ്ട് എന്ന് വായിച്ചു കേട്ടോളൂ. ഇവിടെ അതില്ല. അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം പോലെ ഇതാവായിരുന്നു. മനസ്സിലായോ? തെളിവ് വേണമെങ്കിൽ ഞാൻ തന്നിട്ടുണ്ട്. അത് സോൾജർ വായിച്ചു നോക്കിക്കോളൂ. പരിഭാഷയിലോ എവിടെ വായിച്ചു നോക്കിക്കോളൂ. അല്ലാതെ ഞാൻ ആ അർത്ഥം വെച്ചിട്ട് ഞാൻ മദ്ഹബിന്റെ ഇമാമല്ല. ഇമാമികൾ പറഞ്ഞ നിസ്കാരം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാനത് പറഞ്ഞു തരാം എന്നല്ലാതെ ഞാനല്ലാതെ അർത്ഥം വെക്കേണ്ട. മനസ്സിലായോ? അങ്ങനെ അർത്ഥം വെച്ചാണ് ഈ പരിവായത്. അർത്ഥം വെച്ച് ഈ പരിവാക്കി വെച്ചത് ഇങ്ങനെ ഖുറാനെ നേരെ അർത്ഥം വെച്ചിട്ട് അങ്ങനെ അർത്ഥം വെക്കുന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ല എന്ന് പറയും. പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ സോൾജിയറിന്? ഞങ്ങളങ്ങനെ ആ ആയത്തിനെ നേരമായിട്ട് അർത്ഥം വെക്കുന്ന പരിപാടിയേ ഇല്ല. പിന്നെ തെളിവുണ്ടോ ചോദിക്കണത് ഞങ്ങൾ ഇജ്മാ എന്ന് പറയും. പിന്നെ വേറെ തെളിവിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ സോൾജിയറിന്? ഞാൻ 4 പ്രമാണം പറഞ്ഞു. 5 നേരം നിസ്കാരം ഇജ്മാ കൊണ്ട് തിരിച്ചപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന് വേറെ ആവശ്യമില്ല. ഏകോപനാണ്. എല്ലാ ഇമാമികളും അത് അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ വായിക്കാം. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും അതുണ്ട്, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സോൾജിയർ പറഞ്ഞു. അല്ല സാബിത്ത്, അത് ഓക്കെയാണ്. സാബിത്ത് പറഞ്ഞത് 5-ന്റെ 5-ൽ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചത് അത് വായിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെയാണോ? ഹദീസ് ആണെങ്കിൽ അത് വായിച്ച് അവിടെ എവിടെയാണ് ഈ ഡീറ്റെയിൽസ് ഉള്ളത് എന്നൊന്ന് എത്തിച്ചാൽ മതി. അപ്പം സാബിത്ത് പറഞ്ഞത് 5-ന്റെ 5-ൽ ഉണ്ട് എന്ന് പറഞ്ഞു. അത് വായിക്കുക. അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ എവിടെയാണ്? ഹദീസ് ആണോ? അത് വായിച്ചിട്ട് പിന്നെ ഇജ്മാൽ വായിച്ചിട്ട് ഈ നിസ്കാരം 5 നേരം ചെയ്യണം എന്നുള്ളത് ഈ ഇജ്മാലിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇജ്മാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ നിസ്കരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും ഇജ്മാൽ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തന്നാൽ മതി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ മാത്രമല്ല ഇസ്ലാമിൽ പ്രമാണം എന്ന് പറയുന്നത്. മുഹാജിരീങ്ങളും അൻസാറുകളും എന്ന് സ്വഹാബത്തിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുഹാജിരീന വല്ല അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അത് ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരു വിഷയമാണ്.
അപ്പൊ മുഹാജിരീങ്ങളും അൻസാറുകളും റസൂലിന്റെ ജീവിതം അതേ രൂപത്തിൽ പിന്തുടർന്ന് ജീവിച്ച ആളുകളാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ജീവിതം എന്താണ്? ഖുർആനാണ്. സ്വഭാവം എന്താണ്? ഖുർആനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യയായ ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയുടെ സ്വഭാവം എന്താണ് എന്ന് സ്വഹാബത്ത് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവം, റസൂലിന്റെ സ്വഭാവം ഖുർആനാണ്. ഖുർആന്റെ സ്വഭാവം എന്താണ്? അത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും അള്ളാഹു എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടപടികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ എങ്ങനെയാവണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശം, അള്ളാഹുവിന്റെ സ്വഭാവം, ആ സംസ്കരണമാണ് റസൂലിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് റസൂലിന്റെ സ്വഭാവങ്ങളാണ്. ആ സ്വഭാവം ഈ സ്വഹാബത്ത് പിന്തുടർന്നിട്ടുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, വല്ലദീന മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിരീങ്ങളും അൻസാറുകളും എന്ന് പറയുന്നത് സ്വഹാബത്തിനെ കുറിച്ചാണ്. എന്നാൽ ഈ മുഹാജിറിനെയും അൻസാറിനെയും പിന്തുടർന്ന ധാരാളം ആളുകൾ വേറെയുണ്ട്. അത് സ്വഹാബത്തിന്റെ കാലശേഷമുള്ളവരാണ്. ഇത്തബഊഹും ബിഇഹ്സാൻ, അവരെ പിന്തുടർന്നവർ എന്നാ പറഞ്ഞത്. പിന്തുടർന്നവർ എന്ന് പറയുന്നത് സ്വഹാബത്തല്ല, സ്വഹാബത്തിന്റെ ശേഷമുള്ള ആളുകളാണ്. ശേഷമുള്ള ആളുകൾ എന്താ ചെയ്തത്? അവരെ പിന്തുടർന്നു എന്നതാ. പിന്തുടർന്നു എന്ന് പറയുന്നത് റസൂലിന്റെ കാലം മുതൽക്ക് തന്നെ പിന്തുടർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തബഊഹും, അവരെ പിന്തുടർന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയേണ്ടത് പിന്തുടരുന്നവർ എന്നാണ്. അവിടെ ഭാവിയാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഭൂതമാണ് പറഞ്ഞത്. ഇത്തബഊഹും ബിഇഹ്സാൻ, അവരെ പിന്തുടർന്നവർ എന്ന് പറഞ്ഞു. ആരെ പിന്തുടർന്നവർ? സ്വഹാബത്തിനെ പിന്തുടർന്നവർ എന്ന് പറയുന്നത് ഖുർആനിലാണ്. അപ്പൊ ഇസ്ലാമിലെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമല്ല, സ്വഹാബത്തിന്റെ ജീവിത രീതിയുമുണ്ട്. അതിന്റെ കൂടെ തന്നെ അത് സ്വഹാബത്തിന്റെ കാലശേഷമുള്ള ആളുകളുടെ ജീവിത രീതിയും ഉണ്ട്. അതാണ് സ്വഹാബത്തിനെ പിന്തുടരുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വഹാബത്തിനെ പിന്തുടർന്ന പിൻഗാമികൾ ആരാണത്? അത് ഇമാമിയങ്ങളാണ്. ഏതാണ് ആ ഇമാമിയങ്ങൾ? അവിടെ പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട 2 ഇമാമിയങ്ങൾ ഉണ്ട്. അത് ഹനഫി ഇമാമാണ്. അപ്പൊ ഈ വളരെ പ്രധാനപ്പെട്ട സ്വഹാബത്തിനെ പിന്തുടർന്ന ആളുകളുടെ ജീവിത രീതി ഇസ്ലാമിൽ പ്രമാണമാണ്. ഈ പ്രമാണത്തിൽ അത് വളരെ വ്യക്തമായി ഈ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെ വലിയ തലപുണ്ണാക്കി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്, അതും പരിശോധിക്കാവുന്നതാണ്. ഇനി ഇജ്മായിൽ പറഞ്ഞിട്ടുണ്ട്, അതും പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഖുർആനിനെ മാത്രം എടുത്ത് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഖുർആൻ മാത്രമല്ല, അവിടെ റസൂലിന്റെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും അതൊക്കെ ദൈവികമാണ്, ദിവ്യ ബോധനമാണ്. നബിയുടെ പ്രസംഗങ്ങൾ, സംസാരങ്ങൾ, അനുവാദങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇത് ദിവ്യബോധനമാണ്, ഖുർആൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറയുമ്പോ ആ റസൂൽ പറഞ്ഞത് ഹദീസാണ്, അത് ഖുർആനല്ല. ഖുർആൻ വേറെയായി എഴുതാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. എന്നാൽ ഹദീസുകൾ മറ്റു പലപ്പോഴും റസൂല് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും ജീവിച്ചിട്ടുള്ളതാണ്. ഹദീസ് വേറെയാണ്, ഖുർആന് വേറെയാണ്. പക്ഷെ ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഖുർആൻ പോലെ പ്രധാനപ്പെട്ടതാണ് ഹദീസ്. അപ്പൊ പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ മാത്രമല്ല, ഹദീസുമുണ്ട്. അതിന്റെ പുറമെ സ്വഹാബത്തിന്റെ ജീവിത രീതികളുണ്ട്. അതിനുശേഷമുള്ള ഇമാമിയങ്ങളുടെ ജീവിത രീതിയും ഉണ്ട്. മാലിക്കി ഇമാമും ഹനഫി ഇമാമും അതിൽ വളരെ പ്രധാനപ്പെട്ട സ്വഹാബത്തിനെ പിന്തുടർന്ന ആളുകളാണ്. അപ്പൊ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ പ്രശ്നം തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. സോൾജർ പറഞ്ഞ അനുസരിച്ചിട്ട് ഉസ്താദ് പറഞ്ഞ മാതിരി തന്നെ ഞാൻ ആദ്യമേ തന്നെ താക്കീത് നൽകിയതാ, ഖുർആന് മാത്രമായിട്ട് സോൾജിയർ പ്രമാണമാക്കരുത്. ഞാൻ അതുകൊണ്ട് ആദ്യമേ തന്നെ പ്രമാണം ഇട്ടിരിക്കുന്നത്. ഇവിടെ അജി ഇട്ടിരിക്കുന്ന ഹെഡിങ് ഉണ്ടല്ലേ, ഇസ്ലാമിന്റെ പ്രമാണവും നിസ്കാരവും യഥാർത്ഥം. എന്താണെന്ന് വെച്ചാൽ പ്രമാണങ്ങൾ എന്നുള്ള സംഭവം വേണം, അല്ല കേവലം ഒരു ഖുർആൻ മതത്തെ മാത്രം മനസ്സിലാക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. മനസ്സിലായോ? പിന്നെ ഇപ്പൊ സോൾജിയർ ചോദിച്ചു
അങ്ങനെ ഖുർആനിൽ ആയത്തുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ വിശ്വസിച്ചവരെ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങൾ മുഖങ്ങളും മുട്ടുൾപ്പെടെ കഴുകുക എന്ന് സൂറത്തുൽ 5-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്കിൽ എടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഹദീസുകളിലും പറയുന്നുണ്ട്. ഇത് കേവലം ഒരു ഹദീസിലോ ഖുർആനിലോ മാത്രം വെച്ചിട്ടല്ല പറയണം. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ വേണം, അവരത് പറയണം. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ നേരെ ഖുർആന്റെ ആദ്യത്തെ സലാത്തു ഫഅസിലു വജൂഹക്കും വുളു കൊടുക്ക് എന്നൊക്കെ ഞങ്ങൾ പറയാറില്ല. അങ്ങനെ അർത്ഥം വെക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ല, ഇസ്ലാമിൽ പ്രമാണമല്ല എന്നാണ് ഇത്ര നേരം ഞാൻ സോൾജറോട് തുടക്കം പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സോൾജർ പിന്നെ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഹദീസിൽ ഖുർആനിലുണ്ടെങ്കിൽ അത് ഇജ്മാ കൊണ്ട് പറയാനുള്ളത് ഇജ്മാ കൊണ്ട് പറയും. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണെങ്കിൽ സോൾജർ ചോദിക്കണ അർത്ഥം ഉണ്ടെന്ന് നോക്കിയാൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായത്തെ ഇജ്മാ അല്ലാത്ത വിഷയത്തിൽ അതൊക്കെയാണ് പിന്നെ ഉണ്ടെന്ന് ഓർക്കാം. സോൾജർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോദിച്ചോ. സാബിത്തെ, ഞാൻ ഒരിക്കലും സാബിത്തിനോട് പറഞ്ഞില്ല ഖുറാനിൽ നിന്ന് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ സാബിത്താണ് പറഞ്ഞത് നിങ്ങൾക്ക് 3-4 ഗ്രന്ഥങ്ങളുണ്ട്, ഖുറാനുണ്ട്, ഹദീസുണ്ട്, ഇജ്മാലുണ്ട്, ഖിയാസ് ഉണ്ട്. അപ്പോൾ ഈ നിസ്കാരം എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഖുറാനിലായിരിക്കണമല്ലോ. അപ്പൊ ഖുറാനിൽ ഡീറ്റെയിൽസ് ഇല്ല എന്ന് സബിത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ നിസ്കാരം ഈ 5 നേരം വേണം എന്നുള്ളത് ഖുറാൻ തൊട്ട് ഹദീസ് തൊട്ട് ഇജ്മാൻ തൊട്ട് ഖിയാസ് വരെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഇപ്പം ദാരിമി ഉസ്താദ് പറഞ്ഞ പോലെ ഖുറാൻ മാത്രമല്ല നിങ്ങളുടെ ഗ്രന്ഥം. ഞാൻ സമ്മതിച്ചു, നിങ്ങളുടെ ഗ്രന്ഥം ഖുറാൻ മാത്രമല്ല, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ അവിശ്വാസം ഞാൻ എതിർക്കുന്നില്ല. അപ്പൊ പക്ഷെ നിങ്ങൾ ഈ നിസ്കാരം തുടങ്ങുന്നത് ഖുറാനിൽ നിന്ന് തുടങ്ങി, അതിന്റെ ഡീറ്റെയിൽസ്, അടുത്ത ഡീറ്റെയിൽസ് ഹദീസിൽ നിന്ന് തുടങ്ങി, അടുത്ത ഡീറ്റെയിൽസ് ഇജ്മാനും തുടങ്ങി, അടുത്ത് തുടങ്ങി ഖിയാസ് തുടങ്ങി, എവിടെയാണ് ഇതിന്റെ ഫൈനൽ കൺക്ലൂഷൻ വരുന്നത് അത് മാത്രം നിങ്ങളൊന്ന് കാണിച്ചു തന്നാൽ മതി. നിങ്ങളുടെ വിശ്വാസം അത് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ഞാൻ ഖുറാനിൽ നിന്ന് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഖുറാനിൽ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻ ഹദീസിൽ ഇങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഇജ്മാലിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ നിസ്കരിക്കുന്ന ഈ രീതി അത് എവിടെയാണ് ഫൈനൽ ആയിരിക്കുന്നത് അത് മാത്രം ഒന്ന് കാണിച്ചു തന്നാൽ മതി. പ്രശ്നം തീർന്നു. കാണിച്ചു തന്നോളൂ. കാണിച്ചു തന്നെ എങ്ങനെ പറഞ്ഞുതരാം. അത് സോറി ഗ്രന്ഥങ്ങളിൽ നിന്നും കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞതല്ല, അത് പറഞ്ഞു തന്നോളൂ. സോൾജറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് പ്രമാണം എന്നുള്ളത്. അതായത് സോൾജർ ഇജ്മാ എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശം എന്താ എന്ന് പറഞ്ഞ സോൾജർ എന്താ ഇജ്മാ എന്ന് വെച്ചാൽ മനസ്സിലായി. ഇനി നിങ്ങൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, നേർക്ക് നേരെ ചോദിക്കാം. അതാണ് ഖുറാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രമാണം. അല്ല, ഖുറാനല്ല, ഇജ്മാ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ഞാനെല്ലാം പറയാം, എന്നിട്ട് പറഞ്ഞു. എല്ലാം വേണ്ട ഇജ്മാ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ആണോ ഇജ്മാൻ? എന്താ അത്? അതാണ് ഞാൻ പറഞ്ഞ തിരിച്ചില്ല എന്ന് പറഞ്ഞത്. ഇജ്മാൻ അത് തിരിഞ്ഞോ സോൾജിയറിന്? ഇല്ല, ഇജ്മാൻ എന്ന് പറഞ്ഞല്ലോ, എന്താന്ന് പറഞ്ഞല്ലോ, ഇജ്മാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഏകോപനം, അതായത് നമസ്കാരമായിട്ട് നബിയും സഹാബാക്കളും നമസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള പൂർണ്ണമായ രേഖാപരമായിട്ടുള്ള നോക്കാതെ തന്നെയുള്ള അവർ നമസ്കരിച്ചു എന്നുള്ള ഏക തെളിവിനെയാണ് ഇജ്മാ എന്ന് പറഞ്ഞത്. മനസ്സിലാവണ്ടോ? അവരാർക്കും നബിയെ ഒരു നമസ്കാരത്തെ വേണ്ട, ഏത് നമസ്കാരം വേണം എന്നുള്ളൊരു അഭിപ്രായമില്ലാത്ത, അവർക്കിടയിലുള്ള അഭിപ്രായമില്ലാത്ത വിധം 5 നേരം നമസ്കാരം ഇജ്മാ ആണെന്ന് ഞാൻ പറഞ്ഞത്. അത് പിൽക്കാലത്ത് വന്ന നബിയുടെ ഓക്കെ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ ഇജ്മാ എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാണോ? അത് ആരെഴുതിയതാണ്? എന്താ അത് സാധനം? ഈ ഇജ്മാ എന്ന് പറയുന്നത് എന്താ? അത് ഗ്രന്ഥം, ഹദീസുള്ള ഗ്രന്ഥമാണോ? അതെയോ എന്താ അത് ഇജ്മാ? അതായത് ഖുർആനും ഹദീസും ഉണ്ട് എന്ന് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തെളിവാണ് ഇജ്മാ. ഏറ്റവും വലിയ പ്രമാണം ഖുർആനാണെന്നും. എന്റെ ചോദ്യം, ഈ ഇജ്മാ എന്ന് പറയുന്നത് ഹദീസ് പോലത്തെ ഒരു ഗ്രന്ഥമാണോ ഇജ്മാ എന്ന് പറയുന്നത്? അതെയോ എന്താണ് ഇജ്മാ? അതായത് സോൾജർ ഖുർആൻ ഇറങ്ങിയത് ആർക്കാ? സോൾജർ നേരിട്ട് അപ്പൊ സോൾജർ മനസ്സിലാവും. ഖുർആൻ ഇറങ്ങിയത് ആർക്കാ? സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്ക് വേണ്ടി, മുഹമ്മദിന്റെ അനുയായികൾക്ക്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നത് അതല്ല ഉദ്ദേശം, തർക്കിക്കാനുള്ള ഉദ്ദേശത്തിലല്ല സോൾജിയറെ ചോദിച്ചത്. അത് സോൾജിയറെ തർക്കിക്കാനല്ല, അതായത് ഖുർആൻ ഭൂമിയിൽ ആർക്കാണ് ആദ്യം ലഭിച്ചത് എന്നുള്ള നിലക്കാണ് ചോദിച്ചത്. മുഹമ്മദിന് ഇറക്കി കൊടുത്തു. അതെ, അതെങ്ങനെ സോൾജിയർ മനസ്സിലാക്കും നബിക്ക് ഇറങ്ങി എന്നുള്ളത്? ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, മുഹമ്മദിനാണല്ലോ മലക്ക് വന്ന് ആയത്തിറക്കി കൊടുക്കുന്നത്. അത് ഖുർആനിലല്ലേ? അത് ഖുർആനാണെന്ന് എങ്ങനെ ശരിയാക്കും മനസ്സിലാവും? അല്ല, ഖുറാനാണെന്ന് മനസ്സിലാവണമെങ്കിൽ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലേ ഖുറാനാണെന്ന്? ഇല്ല, ഖുർആൻ നമുക്കല്ല ഇറങ്ങിയത്, നബിക്കല്ല ഇറങ്ങിയത്. അതെ അല്ലേ?
അപ്പൊ അതെങ്ങനെ ഖുർആൻ ഒരു അത് സാബിത്തുക്ക ആ അതൊരു വേറെ എന്തെങ്കിലും ഒരു ഗ്രന്ഥം വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ, അപ്പൊ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവുന്ന തോന്നുന്നു. ആ, വേറെ എന്തെങ്കിലും ഒരു ബുക്കിനെ വെച്ചിട്ടേ. അത് സോൾജിയർ അത് ചരിത്രപരമായിട്ട് പോകും. ഇത് അല്ല നമ്മുടെ ഇജ്മാ അതുപോലെ സാബിത്ത് ഒരു മിനിറ്റ്. നമ്മളിപ്പോ ഇവിടെ മിസ്റ്റേക്ക് പറഞ്ഞു. ഈ ഖുറാൻ ഇറങ്ങിയത് നബിക്ക് വേണ്ടിയല്ല. ഖുറാൻ ഇറങ്ങിയത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയല്ലേ? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അല്ല, അതല്ല, അല്ലേ? ഈ ലോകത്തിന് മുഴുവൻ അത് വേറെ വിഷയം. അതല്ല നമ്മുടെ ചർച്ച. ഞാൻ പറഞ്ഞത് ഖുർആൻ ഇറങ്ങി നബിക്ക് ഇറങ്ങി എങ്ങനെ വിശ്വസിക്കും എന്നാ ഞാൻ ചോദിച്ചേ സോൾജിയറിനോട്. നമ്മളെങ്ങനെ വിശ്വസിക്കും നബിക്ക് അത് ഇറങ്ങിയെന്ന്? അത് എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങളെ പുറത്താക്കും. ഞാൻ മറുപടി പറയല. ഞാനിത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ കാര്യം സോൾജിയർ മനസ്സിലാക്കുന്ന വിഷയമല്ല, സോൾജിയറിന്റെ ഞാൻ വിശ്വാസം. പറയാലേ, എന്നെ ഒറ്റയടിക്ക് അജുവും പുറത്താക്കും, നവാസും നുല്ലല്ലേ അവരെന്നെ പുറത്താക്കും. അതല്ല ചോദിക്കുന്നേ. സോൾജിയർ മനസ്സിലാക്കിയത് എന്താ? അതൊരു ചർച്ചയല്ല. സോൾജിയർ മറ്റുള്ളവർ പുറത്തുനിന്നുള്ളവർ ഇസ്ലാമിനെ എന്ത് മനസ്സിലാക്കുന്നുള്ളത് വിഷയമല്ല, അത് ബാധകമല്ല, അത് നമ്മൾ എടുക്കാറുമില്ല. കാരണം ഇസ്ലാമിന്റെ അകത്തുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാറുള്ളൂ. കാരണം ഖുർആനാണ് തിരിയണമെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളും യഹൂദന്മാരും ക്രൈസ്തവരും എന്ത് ചെയ്യണം? നബിയെ കണ്ട് ഇസ്ലാം സ്വീകരിക്കണം, അല്ലേ? അല്ലെങ്കിൽ ഇന്ന് ഖുർആൻ അവിടെ വരെ എത്തുമല്ലോ. അപ്പോൾ അവർ നബിയെ അടുത്ത് ചെല്ലുകയും നബിയെ കാണുകയും നബിയെ വിശ്വസിക്കുകയും ഖുർആൻ അവരെ അംഗീകരിക്കുകയും ആ ഖുർആനിലോ നബിയിലോ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാതാവുകയും ചെയ്യുന്ന ഏകോപനത്തെയാണ് ഇജ്മാ എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായോ? അതൊരു സമൂഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള അംഗീകാരമാണ്. അതിന് അവർക്ക് ആർക്കും ഇല്ലാത്ത അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതിനെയാണ് ഞങ്ങൾ ഇജ്മാ എന്ന് പറയുന്നത്. ഖുർആനാണെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത് നബിയുടെ സഹാബാക്കളാണ്. നബി അവിടെ വന്നിട്ട് കാര്യമില്ല, നബി അവിടെ ഉണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിന് നബിയുടെ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന ക്രൈസ്തവരായ, ഉദാഹരണത്തിന് ഇതിൻ്റെ പേരെന്തായിരുന്നു, അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറയപ്പെടുന്ന യഹൂദിയായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സ്വഹാബിയന്മാർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ പല ക്രിസ്ത്യാനികളിൽപ്പെട്ട പല അദീബിന് ഹാത്തിമിനെ പോലെയുള്ള ക്രൈസ്തവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇസ്ലാമിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന മൊത്തമുള്ള ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നു, വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടുള്ള അംഗീകാരത്തെ നബിയാണെന്നും ഖുർആൻ നബിക്ക് അവതരിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഖുർആനാണെന്ന് മനസ്സിലാക്കുന്നത് അത് ഇജ്മാഇൻ്റെ പ്രമാണത്തിലൂടെ, ഏകോപനത്തിലൂടെയാണ്. ആ ഇജ്മാഇനെ എതിർക്കാതെ, ഏകോപനത്തെ എതിർക്കാതെ ആ സഹാബികളുടെ അനുചരന്മാർ അതും എതിർക്കാത്ത വിധം ഏക സപ്പോർട്ടാവുന്ന തന്നെയാണ് എന്തെന്ന് പറയുന്നത്. അതും ഇജ്മാ ആണ്. അത് ഇജ്മാ ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 തലമുറ, സഹാബി, താബിയ്, താബിയ്, ഈ 3 പേരുടെ ഏകോപനമായ വിഷയം, അതിൽ നമസ്കാരമുണ്ട്. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രപരമായ വിഷയത്തിൽ 5 നേരത്തെ സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, അതുപോലെ വിഷയങ്ങളൊക്കെ ഇജ്മാ ആണ്. അതിന് ആർക്കടെ ഇത് ആവശ്യമില്ല. പിന്നെ അതിൽ ഉള്ളിലുള്ള കുറേ വിഷയങ്ങളുണ്ട്, അത് ഇവിടെ ചർച്ചയല്ല. അത് ഫറദ് സുന്നത്ത് എന്നൊക്കെ പറയുന്നത് വിഷയം ചർച്ച ഇവിടെ ഇല്ല. ഇവിടെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മനസ്സിലാക്കണം, നമസ്കാരമാണെങ്കിലും ഹജ്ജാണെങ്കിലും എങ്ങനെയാണെങ്കിലും, അതാണ് പറഞ്ഞത്. ഈ 3 തലമുറയുടെ അഭിപ്രായത്തെ പിന്നീട് വന്ന ഇമാമികൾ ആരും എതിർക്കാതെ നിൽക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രമാണത്തെയാണ് ഏകോപനം ഇജ്മാ എന്ന് പറയുന്നത്. അത് കാലികമായിട്ട് ഏറ്റവും വലിയ അവരുടെ അംഗീകാരമാണ്. മനസ്സിലായില്ലേ? അതിൽ ഇപ്പം അള്ളാഹു ആണ് ഏകൻ എന്ന കാര്യത്തിൽ ഒരു ഒറ്റ ഇമാമിന് എതിർപ്പില്ല. അവിടെ ഇനി ഖുറാനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഖുറാനിൽ പോയിട്ട് അള്ളാഹു അത് അള്ളാഹു സമയം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് ഇജ്മാ ആണ്, ഞങ്ങൾക്ക് തിരിച്ചത് ഇജ്മായിലൂടെയാണ് എന്നർത്ഥത്തിൽ. ഇനി ഞാൻ പ്രസംഗിക്കുന്ന സോൾജറിന് മനസ്സിലായാൽ മതി. ഓക്കെ. സത്യത്തില് സാബിത്ത് ഇത്രയും പ്രസംഗിക്കും ഞാൻ വിചാരിച്ചില്ല. സാബിത്ത് ഒത്തിരി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ട് പോയി. അപ്പൊ സാബിത്ത് പറഞ്ഞത്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചത്, ഈ മുഹമ്മദിനെ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസും യഹൂദന്മാരും അംഗീകരിച്ചു എന്നാണോ സാബിത്ത് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്? ആ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ കൂടെ അവിടെ ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഈ മുഹമ്മദിനെ അംഗീകരിച്ചു, ഈ മുഹമ്മദിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്നാണോ സാബിത്ത് ഇപ്പൊ പറഞ്ഞ് ഫൈനൽ വെക്കാൻ ശ്രമിക്കുന്നതല്ല, ചരിത്രമാണ് സോൾജിയറെ. അത് സാബിത്തക്ക അതെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാല്, സോൾജിയർ ഒരു മിനിറ്റ്, സാബിത്തക്കാക്കൊന്ന് തിരിച്ചു കൊടുക്കാം. അല്ല സോൾജിയർ ഒരു മിനിറ്റ്, സോൾജിയറെ പ്ലീസ്, തിരിച്ചു പോവാനാണ് അത്. സാബിത്തക്ക അത് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കുറച്ചു പേരാണല്ലോ അംഗീകരിച്ചുള്ളൂ, കുറച്ചു പേര് അംഗീകരിച്ചില്ലല്ലോ. അപ്പൊ എല്ലാവരും അംഗീകരിച്ചില്ലല്ലോ എന്നുള്ള നിലക്കുള്ള ചോദ്യമായിരിക്കാം അത്. അങ്ങനെ തന്നെയല്ലേ സോൾജിയറെ? അതാണ് കുഴപ്പമില്ല. അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ചോദ്യം. അങ്ങനെയല്ല ജാബിർ ഉദ്ദേശിച്ചത്. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒറ്റ ക്രിസ്ത്യാനികളും ഒരൊറ്റ യഹൂദരും
മുഹമ്മദിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഉറപ്പ് ഖുറാനിനകത്തുണ്ട്. ഖുറാനിലല്ല, ഖുറാൻ മാത്രമല്ല പ്രമാണം. അപ്പൊ സോൾജിയർ തെളിയിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ 109 1 തൊട്ട് 6 ഉള്ള ആയത്തിൽ വായിക്കുവാണെങ്കിൽ ഖുർആനല്ല നീ പ്രമാണം, മുഹമ്മദ് ഖുർആൻ പറഞ്ഞു മാത്രമല്ല പ്രമാണം, മനസ്സിലാക്കുക. അല്ലല്ല, ഒരു മിനിറ്റ്, ഖുറാൻ മാത്രമല്ല, സോൾജിയറെ ഖുറാൻ ഞാൻ പറഞ്ഞു. പ്രമാണമാണല്ലോ. ഇല്ല പറ്റില്ല. ഞാനത് ആദ്യം പോലും പറഞ്ഞാണ്. സോൾജിയറെ ഖുർആൻ മാത്രമല്ല അപ്പൊ സമയത്ത് പ്രമാണം, അത് പിന്നെയും സമയത്ത് ആവർത്തിക്കുകയാണ്. പിൻവലിച്ചോളൂ. ഹദീസ് അല്ല, ഇജ്മാ. അബ്ദുല്ലാഹിബിൻ സലാം എന്നറിയപ്പെടുന്ന മദീനയിൽ ജീവിച്ചിരുന്ന യഹൂദ പണ്ഡിതനാണ്, ചരിത്രത്തിലുള്ളതാണ്. അത് മാറ്റാൻ സോൾജിയറിന് സാധിക്കില്ല. സഅദുബിൻ സഅന എന്നറിയപ്പെടുന്ന മദീനയിലെ പണ്ഡിതൻ, അന്ന് യഹൂദന്മാരുടെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഉണ്ടാകുന്ന ചരിത്രത്തിൽ തെളിവുണ്ട്. കൻസുൽ ഉമ്മാല് പോലുള്ള ചരിത്ര ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അതൊന്നും മാറ്റാൻ സോൾജിയറിന് പറ്റൂല. ഇനി സോൾജിയറിന് വേണി സ്വന്തം വ്യാഖ്യാനം കൊടുത്തോ, കുഴപ്പമില്ല. ഇല്ല സാബിത്തെ, ഞാനൊന്നും വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ ഖുറാൻ പറയുമ്പോൾ സാബിത്ത് പറഞ്ഞത് ഖുറാൻ മാത്രമല്ല, പക്ഷെ ഖുറാനും ഒരു തെളിവാണ്, ഖുറാനും ഒരു പ്രമാണമാണ്. ഒറ്റ പ്രമാണമല്ല, ഖുറാനകത്ത് ഒറ്റ പ്രമാണമല്ല. ഞാൻ സോൾജിയറിന് മറുപടി പറഞ്ഞു പോണത് പെട്ടെന്ന് കൺഫ്യൂഷൻ തീർക്കാനാണ്. പ്രസംഗിക്കാൻ ഞാൻ ഇനി താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോൾജിയർ കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഖുറാനകത്ത് മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ആരോടാ പറഞ്ഞേ എന്ന് പറഞ്ഞേ? അത് ആരോടാണ് പറഞ്ഞതെന്ന് സബിത്ത് പറയുന്നത് പറയും. അത് ബഹുദൈവ വിശ്വാസികളോട്. ആ പറഞ്ഞതിൽ പലരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞപ്പോ, സോൾജിയർ പറഞ്ഞപ്പോ, അതേ അവര് എന്നെ ഇസ്ലാമിലേക്ക് വന്നില്ലേ? അതെന്താ അങ്ങനെ വന്നേ? അല്ല സാബിത്തെ, അവരിങ്ങോട്ട് വന്നോ ഇല്ലയോ എന്നുള്ളതല്ല. അവിടെ ഈ അള്ളാഹുവാണ് ഏകദൈവമെങ്കിൽ, അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവെങ്കിൽ, വേറെ ഒരു ദൈവവും അവിടെ ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹുവാണ് പറയേണ്ടത് എന്തായിരുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് പറയേണ്ടത് എന്തായിരുന്നു? ധൈര്യമായിട്ട് നിങ്ങളുടെ ദൈവം ദൈവമല്ല, നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവിനെ അല്ല എന്നാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം പ്രപഞ്ച സൃഷ്ടാവാണ് ഈ ആയിത്തീർക്കുന്നത്. അപ്പൊ ഒരു പ്രപഞ്ച സൃഷ്ടാവ് സോറി അപ്പോ അവിടെ പ്രപഞ്ച സൃഷ്ടാവാണ് ആയിത്തിറക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടാവിന് ഒരു കോംപ്രമൈസും ഇല്ല ആരാധനയില്ല, അല്ലെങ്കിൽ ദൈവത്തില്, മതത്തില്. അപ്പൊ പ്രപഞ്ച സൃഷ്ടാവ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ദൈവം ദൈവമല്ല, നിങ്ങൾ ആരാധിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ അല്ല, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നാണ് പ്രപഞ്ച സൃഷ്ടാവ് പറയേണ്ടത്. പക്ഷെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് അവിടെ ഒരു കോംപ്രമൈസ് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. നിങ്ങളുടെ ദൈവത്തെ ഞാൻ ആരാധിക്കാൻ വരുന്നില്ല, എന്റെ ദൈവത്തെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്നാണ് അവിടെ സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി. എന്റെ ചോദ്യം ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ പറഞ്ഞ ആയത്തില്ലേ, ആ ആയത്തിന്റെ നുസലൊന്ന് വായിച്ചേ, ആ ഇറങ്ങിയ പശ്ചാത്തലം ഒന്ന് പറഞ്ഞേ. ആ ആയത്ത് എന്തിനാ ഇറങ്ങിയത്? അപ്പൊ മനസ്സിലാവും. നമുക്കൊരു കാര്യം ചെയ്യാം സബിത്തെ, നമുക്ക് ഡീറ്റെയിൽസ് ആയിക്കൊണ്ട് പോകണ്ട, കാരണം പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മനസ്സിലാവും. കാരണം ഇപ്പൊ സബിത്ത് പറയുന്നത് അല്ലല്ല, എന്തായാലും പറഞ്ഞതല്ലേ, എന്തായാലും അതിന്റെ നുസലൊന്ന് വായിച്ചേ. ഇനി നമ്മൾ മുമ്പോട്ട് പോയാൽ ഞാൻ പോകുന്നില്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പൊ കാഫിറൂൻ എന്ന് പറഞ്ഞ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ പറ്റിയിട്ട് ഇമാമിമാര് പറയുന്നുണ്ട്. അതൊന്ന് സോൾജിയർ എന്ന് പറഞ്ഞ് അതിന്റെ ഉത്തരം കിട്ടും. ഒറ്റ സെക്കൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയേക്കാം. അതുകൊണ്ട് നമുക്ക് ഈ സബ്ജക്ട് ക്ലോസ് ചെയ്യാം. അതാ നല്ലത് ക്ലോസ് ചെയ്യാം. കാരണം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു പ്രപഞ്ച സൃഷ്ടാവാണെങ്കിൽ, ഈ ദൈവമാണെങ്കിൽ, ഒരു കാരണവശാലും അവര് ആരാധിക്കുന്ന ദൈവത്തെ ആരാധിച്ചോ എന്ന് അംഗീകരിക്കില്ല. അത് ഏത് സന്ദർഭമാണെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും ഒരിക്കലും ഒരു പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് ഈ സബ്ജക്ട് അവിടെ നടത്താം. നമുക്ക് നിസ്കാരത്തിലോട്ട് വരാം, അതായിരിക്കും നല്ലത്. സോൾജിയർ ആ പറഞ്ഞ സൂറത്തുൽ കാഫിറൂന്റെ സബബുൻ നുസുൽ വായിക്കൂല, ആയത്ത് മാത്രം വായിക്കും. എന്തിനാ ആയത്ത് ഇറങ്ങിയെന്ന് സോൾജിയർ വായിച്ചാൽ ആകെ കുഴപ്പമാവും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പോട്ടെ ആ വിഷയം പോട്ടെ. ഒന്ന് വിശദീകരിച്ചോ, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടൂ. ആ സൂറത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം പറയുന്നത്, ഒരു ദിവസം ഖുറൈശികൾ വന്നിട്ട് നബി പ്രബോധനം ചെയ്യുവാണല്ലോ. അപ്പോൾ അവർ ഈ അള്ളാഹിനെ അംഗീകരിക്കാൻ, സത്താപരമായിട്ട് അംഗീകരിക്കാൻ അവർ
കുറെ പേരൊന്നും തയ്യാറായില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, നേരെ വന്നിട്ട് നബീനോട് പറഞ്ഞു, നിങ്ങൾ നബിയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചു നേരം ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക, അതായത് ഹുബില് ലാത്ത ഉസ്തമനാത്ത പോലെ ദേവികളെ ആരാധിക്കുക, ഞങ്ങൾ നിന്റെ അള്ളാനെ മാത്രമായിട്ട് ആരാധിക്കുക ഒരു ദിവസം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാർട്ട്ണർഷിപ്പ്. അപ്പൊ ആ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു കൊടുത്ത ആയത്താണ് അത്, നബിയെ പറഞ്ഞേക്കുക എന്തെന്ന്, അവർക്ക് അവരുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് എന്താണ് റസൂലുള്ളാഹിയുടെ വിശ്വാസം? അള്ളാഹിന്റെ ദാത്തിൽ വേറെ ആരുമില്ല. എന്നാൽ ഖുറൈശികളുടെ വിശ്വാസം എന്താണ്? സത്താപരമായിട്ട് അവർ പങ്കുകാരുണ്ട് എന്ന് അവർ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. അല്ലാതെ അള്ളാഹു ആരാധിച്ചോ എന്നും പറയൊന്നുമില്ല. അത് മനസ്സിലാക്കി കൊടുത്താണ് പറഞ്ഞതിൻ്റെ അടുത്ത്. അതാണ് എൻ്റെ നുസുല്, അസ്ബാബിൻ നുസുല്. അത് വായിക്കാതെ കേവലം ആ ആയത്തിന്റെ അർത്ഥം വെച്ച് വെക്കുന്നോണ്ടാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. അവതരണ പശ്ചാത്തലം എന്നാട്ടോ അസ്ബാബ് നുസുലിന്റെ അർത്ഥം. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ വിഷയോടെ ഇതാണ് അടുത്ത് ചോദിച്ചു. സാബിത്തെ, നമുക്ക് തൽക്കാലം നിങ്ങളുടെ ഈ നമ്മുടെ ഉള്ള സബ്ജക്ട് നിസ്കാരം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരാം. അപ്പൊ സാബിത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് നിങ്ങളുടെ നിസ്കാരം? ഈ 5 പ്രാവശ്യം നിസ്കാരം അല്ല 5 പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്ന ഈ ക്രിയകൾ അതൊക്കെ എവിടെയാണ്? ഖുറാനിലാണോ, ഹദീസിലാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇജ്മാലിലാണോ, ഖിയാസിലാണോ, എവിടെയാണുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. അത് ഈ കർമ്മപരമായ കാര്യത്തിൽ നമ്മൾ ചർച്ച ഇട്ടിട്ടില്ല. നമ്മൾ ഈ എങ്ങനെ നമസ്കാരം എങ്ങനെ വന്നു എന്നുള്ള വിഷയത്തിലുള്ള വിശ്വാസപരമായിട്ട് വന്നു എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ ഉദ്ദേശിക്കുന്നത്. കർമ്മത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നിസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത് തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രവൃത്തികൾക്കും കർമ്മങ്ങൾക്കുമാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള കുറേ പ്രവൃത്തികളുണ്ട്. അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. കർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ ഉദാഹരണം വേണമെങ്കിൽ കേരളത്തിൽ ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയും, എന്നാണ് റെഫറൻസ് ഗ്രന്ഥം. പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഷാഫി ഇമാമും റിസാല എന്നൊക്കെ പറഞ്ഞ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് റിസാല. അതുപോലെ ഉമ്മി ഷാഫി തങ്ങളുടെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു നബിക്ക് കൊടുത്ത 5 നേരത്തെ സംസ്കാരം സമ്മാനമായിട്ട് കൊടുത്തയച്ചതാണ്. മെഹ്റാജിന്റെ രാത്രി അങ്ങനെ ഹദീസിൽ തെളിവുണ്ട്. മെഹ്റാജിന് പോയപ്പോൾ അതാണ് നമസ്കാരം, 5 നേരം നമസ്കാരം. അതിലുൾപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്, കർമ്മപരമായിട്ടും ചെല്ലേണ്ടതും കർമ്മപരമായ കാര്യങ്ങളും. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, കാരണം അത് ചർച്ചാ വിഷയമല്ല, കർമ്മം ചർച്ചാ വിഷയമല്ല. നിസ്കാരം എന്ന് വെച്ചാൽ എന്താ വെച്ച് ഇതാകുന്നു 5 തക്ബീർ കൊണ്ട് തുടങ്ങും. തക്ബീർ എന്ന് വെച്ചാൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കുറേ കർമ്മങ്ങളുടെ ആ തുടക്കം മുതൽ അവസാനം വരെയുള്ള സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ക്രിയയാണ് ഞങ്ങൾ, ഒരു പ്രവർത്തനം, കർമ്മം എന്ന് പറയുന്ന ഇതാണ് നമസ്കാരം. അതാകും നമസ്കാരം. അത്ര സോൾജർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ സാബിത്ത് പറഞ്ഞ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുവാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒരു ഇത് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ നിസ്കാരം അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഖുറാനകത്തില്ല എന്നുള്ളത് സത്യമാണോ സാബിത്ത്? ജസ്റ്റ് നമ്മുടെ ഒരു ഫോർമൽ ഖുറാനകത്ത് ഈ നിസ്കാരം എത്ര പ്രാവശ്യം, എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം, ഇങ്ങനെ ഒരു ഡീറ്റെയിൽസും ഖുറാനകത്ത് ഡീറ്റെയിൽസ് ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ്? അത് അങ്ങനെ എങ്ങാനും ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എത്ര ഗ്രന്ഥം വേണ്ടിവരും, പുസ്തകം കൊണ്ട് മടുക്കും. അല്ല സോൾജറെ, പുസ്തകം എഴുതി മടുക്കേണ്ടി വരും. അപ്പൊ സാബിത്ത് പറയുന്നു ഖുറാനകത്തില്ല. അല്ലല്ല ഞാൻ പറയാം കേട്ടോ. അതായത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ഖുർആനിലൊരു ആയത്ത് പറയുമ്പോൾ ആ ആയത്തിൽ തന്നെ അലി റളിയല്ലാഹു പറഞ്ഞൊരു കാര്യം പറയാം, സോദരന് പെട്ടെന്ന് മനസ്സിലാവും, ഇനി വിശദീകരിച്ചിട്ട് കാര്യമില്ല. അലിഫ് എന്ന് പറയുന്ന അലിബാ എന്ന് പറഞ്ഞ അക്ഷരത്തിന് 40 ഒട്ടകങ്ങൾക്ക് ചുവക്കാനുള്ള വ്യാഖ്യാനം ഞാൻ എഴുതി തരാം എന്ന് അലി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ അത് വ്യാഖ്യാനിക്കാൻ കഴിവും നിലയുള്ള ആൾക്കാർ വ്യാഖ്യാനിക്കണം. അവരുടെ പേരാണ് ഇമാമിങ്ങൾ. മനസ്സിലായോ? അതാണ് ആത്മീയമായൊരു പ്രത്യേകതയാണ്. അതിനെയാണ് ഇസ്ലാമിൽ മുജ്തഹിദ് എന്ന് പറയുന്നത്. സൂറത്ത് നിസാ 59-ാമത്തെ ആയത്തിന്റെ ഊലുൽ അംർ എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരാണത് വ്യാഖ്യാനിച്ചേണ്ടത്. അപ്പൊ അവർ പറഞ്ഞു തരും. അപ്പൊ അള്ളാഹ് പറഞ്ഞു അവരനുസരിക്കൂ, അവർ പറഞ്ഞു തരും, നിങ്ങൾ അനുസരിച്ചോളൂ, നിസ്കാരത്തെ പറ്റി നിങ്ങൾക്ക് വിശദീകരിച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അനുസരിക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ആയത്തൊന്ന് വായിച്ചു കേൾപ്പിക്കോ സബിത്ത്? ഇപ്പൊ പറഞ്ഞത് അവര് പറഞ്ഞു തരും, അതനുസരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞത് ആ ആയത്തൊന്ന് വായിച്ചു കേൾപ്പിക്കോ? അത് പിന്നെ നിങ്ങൾ പറഞ്ഞ ഖുർആനിൽ ഇല്ലാന്നല്ല. ഖുർആനില് അത്ര മൊത്തം പറഞ്ഞതുപോലെ ഉണ്ടെങ്കിലേ സാബിത് ഭായി പറഞ്ഞതുപോലെ ഒരുപാട് വേണം ചുമക്കാൻ. പക്ഷെ എന്താണ്, ഖുർആനിലേ ഉള്ളതിനെ മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്കൊരു പ്രവാചകനെ തന്നിട്ടുണ്ട്. ഖുർആൻ ഞങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ രാവിലെ പുറത്തിരിക്കുമ്പോൾ ഇറങ്ങി വന്നതല്ല. ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, അന്ത്യപ്രവാചകൻ. ഓക്കെ, അപ്പൊ ആ പ്രവാചകൻ കൂടിയാണ്. ആ പ്രവാചകനാണ് 23 വർഷം ജീവിച്ച് കാണിച്ചു തന്നതാണ് ആ ഖുർആനില്. അതിന്റെ വ്യാഖ്യാനം മനസ്സിലായത്
ആദ്യം മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ റസൂലാണ്. ഞങ്ങൾ റസൂൽ എന്ന് പറയുന്ന അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പോ സാബിത് ഭായി പറഞ്ഞതുപോലെ അതില് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം തക്ബീർ മുതൽ അതായത് വുളൂഹ് മുതൽ പിന്നെ സലാം വീട്ടുന്നത് വരെയുള്ളത് അതിന് ശേഷമുള്ളതൊക്കെ വിവരിക്കണമെങ്കിൽ ഒരുപാട് സാബിത് ഭായി പറഞ്ഞതുപോലെ 40 അതിനെ കൂടുതൽ ചുമക്കുന്ന ഒട്ടകത്തിന് ഇതൊക്കെ വേണ്ടി വരും ഇപ്പൊ ഗ്രന്ഥം ചുമക്കാൻ. അപ്പൊ അത് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല പറയുന്നത്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇത് രണ്ടും പറഞ്ഞാലേ ഒരു മുസ്ലിം ആവുള്ളൂ ഒരാള്. സത്യം അതാണ്. കാരണം ഞങ്ങൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു 1400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ജീവിച്ചിരുന്നെങ്കിലോ ഇസ്രായേലിലൊക്കെ ആയിരുന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ള എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇന്നായതുകൊണ്ട് സോൾജർ ബായും പറയേണ്ടത് അങ്ങനെ തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ എന്താണ് മുഹമ്മദ് റസൂലുള്ള. ഇപ്പൊ ഉള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊന്നും മാത്രമല്ല ഇബ്നു ഈസാ അള്ളാഹ് ആ നിലയിലാണ് ഇപ്പൊ സോൾജർ ബായി ഉള്ളത്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് കൊണ്ട് ഖുർആനിൽ അതിന്റെ രത്നച്ചുരുക്കങ്ങൾ, അതായത് 5 സമയം നിസ്കരിക്കാനുള്ള സമയം ഖുർആനിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. രാവിന്റെ പകലിലും രാത്രിയിലും അല്ലെ സബിത് ഭായി, അത് അവര് ഉസ്താദന്മാരുണ്ട്, അവർ അതിന്റെ ആയത്ത് പറഞ്ഞു തരും ഉണ്ട്. പക്ഷെ അത് അതിന്റെ ടൈം, അതായത് രാവിലെ 5:10 ലുഹൂർ 12:45 അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അതൊക്കെ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നു ഞങ്ങൾക്ക്. കാരണം ഇത് ലോകത്തേക്ക് മൊത്തം ഉള്ളതാണ്, ലോകത്ത് മൊത്തം ടൈം മാറുമല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ സമയങ്ങൾ എങ്ങനെയാണെന്ന്, അതാണ് എല്ലാ സമയത്തും സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്താണ് മഗ്‌രിബ് നമസ്കരിക്കുന്നത് ആ പ്രാർത്ഥന, മനസ്സിലായില്ലേ? അത് ഖുർആനിൽ പറയുന്നുണ്ട്, സന്ധ്യാസമയത്തുള്ള നമസ്കാരം അത് പറയുന്നുണ്ട്. അത് ലോകത്ത് എവിടെ പോയാലും അതേ സമയത്തായിരിക്കും, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ടൈം വെച്ചിരുന്നെങ്കിൽ 6 മണിന്ന് വെച്ചിരുന്നെങ്കിൽ 6 മണിക്ക് ഇന്ത്യൻ 6 മണിക്ക് ആകുമ്പോൾ ഏടെങ്കിലും രാജ്യത്ത് 6 മണിക്ക് മഗ്‌രിബ് ആകണമെന്നില്ലല്ലോ, സൂര്യൻ അസ്തമിക്കുന്ന സമയമാകണമെന്നില്ലല്ലോ. മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഇത് ലോകാവസാനം വരെ ഉള്ളവർക്കുള്ള ഗ്രന്ഥമാണ് ഏത് ഖുർആനും ആ ഖുർആന് കൊടുത്തയച്ച പ്രവാചകനും. അതാണ് ഇവിടെ കാര്യം. അപ്പൊ അതുകൊണ്ട് കുറെ അതിൽ തർക്കിച്ചിട്ട് വെറുതെ ഞങ്ങളെ കേൾക്കുന്നവർക്ക് ഒരു രസക്കേട് ഉണ്ടാക്കണ്ട, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഖുർആനിൽ ഉള്ള സമയം എഴുതിച്ചിട്ടുണ്ട്, അതിന് കാണിച്ചു തരാൻ ഒരു പ്രവാചകനെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അല്ലാതെ ഖുർആന് ഞങ്ങൾ ഓരോരുത്തരെയും വീട്ടിലേക്ക് രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളെ പൂർവികന്മാർ പുറത്തിരുന്നപ്പോ ഇറക്കി കൊടുത്തതൊന്നും അല്ല. കാരണം രാഹുൽ പറഞ്ഞത് ഖുറാനിനകത്ത് ഉണ്ട് എന്നോ ഇല്ല എന്നോ രാഹുൽ പറഞ്ഞിട്ടില്ല. പക്ഷെ രാഹുൽ പറഞ്ഞത് ഞങ്ങളുടെ മുഹമ്മദ് ഉണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യം സിമ്പിൾ ആണ്. നിങ്ങൾ ഞാനിപ്പോ എനിക്ക് ഖുർആൻ എടുത്ത് പരിഭാഷ എടുത്ത് നോക്കണം, അതുകൊണ്ടാണ് ഉസ്താദുമാരുണ്ട്, പിന്നെ സാബിത് ഭായി ഉണ്ട്, ദാരിമി ഉസ്താദ് ഉണ്ട്, അവരൊക്കെ അതിന്റെ ആയത്തുകൾ എടുത്ത് ഇങ്ങോട്ട് പറയും. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം തന്നാൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ആ സമയം എടുത്തിട്ട് നിങ്ങൾക്ക് എന്റെ മുമ്പിലുണ്ട് പരിഭാഷ ഉണ്ട്, ഖുർആനും പരിഭാഷ ഒക്കെ ഉണ്ട്, അതിന്റെ ആയത്തൊക്കെ എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ സമയങ്ങളുണ്ട്, അത് ചെയ്യേണ്ട കർമ്മങ്ങൾ എങ്ങനെയാണെന്ന് പ്രവാചകൻ കാണിച്ചു തന്നുവെന്ന് എല്ലാത്തിനുള്ള ഇത് സൂചനകൾ ഖുർആനിലുണ്ട്. അത് ചെയ്ത് കാണിച്ചു തരാൻ ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അതാണ് സാബിത് ഭായി പറഞ്ഞതുപോലെ പ്രവാചകൻ, അതിൽ ആ പ്രവാചകനിൽ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത് പറയുന്ന അനുചരന്മാർ, അവരിൽ നിന്ന് അവരുടെ ബാക്കിയുള്ള താബിയങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് അവരിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതാണ്. അപ്പൊ ഞങ്ങൾ ഈ ഖുർആൻ ആദ്യം നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ സോൾജർ, ഖുർആൻ എങ്ങനെയാന്ന് അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കുന്നത്, എങ്ങനെ മനസ്സിലാക്കി? അതെന്താണ് ഖുർആൻ ഒരാൾ വായിച്ചിട്ടാകുമ്പോ ഇപ്പൊ സോൾജറിനെ പോലെ തന്നെ സോൾജറിന്റെ അതേ പ്രതലത്തിൽ നിന്ന് ഞാൻ സോൾജറെ അപ്പൊ ഖുർആൻ വായിക്കുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇതിന്റെ സൃഷ്ടാവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ഗ്രന്ഥമാണെന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാകുമ്പോ അതിലൊരു നബിനെ കുറിച്ച് പറയുന്നുണ്ട്, മുഹമ്മദ് നബി. നമ്മൾ നേരത്തെ സംസാരിച്ച ആ കുല്യായുൽ കാഫിർ എന്നുള്ള സൂറത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതല്ലേ? നസ്ഖ് ചെയ്യുന്ന വിശ്വാസത്തിലാണോ കർമ്മത്തിലാണോ? അങ്ങനല്ലേ ഞാൻ താങ്കൾ ചോദ്യം ചെയ്യുന്നതല്ല. കർമ്മപരമായ കാര്യത്തിലാണോ നസ്ഖ് ചെയ്യുന്നത്, വിശ്വാസപരമായ കാര്യത്തിലാണോ? ഓക്കെ. ജസ്റ്റ് ചോദിച്ചത് മാത്രം, മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്, താങ്കൾക്ക് മനസ്സിലാവും. വിശ്വാസപരമായ കാര്യത്തിൽ നസ്ഖ് വരൂല. കുലിയായുൽ കാഫിറൂൻ വിശ്വാസപരമായ കാര്യമാണ്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കും എന്ന് പറഞ്ഞാൽ എന്താവും? അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹദീസ് വേറെ പറയണ്ട, അത് മദ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് വേറെ വിഷയം. അതല്ല ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് കേൾക്കരുത്. വിശ്വാസപരമായ കാര്യം നസ്ഖില്ല. അല്ല, ഈ ആരാധിക്കുക എന്നുള്ളത് പിൽക്കാലത്ത് അവര് അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്. അഥവാ ആരാധന എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാവുന്നതാ? വിശ്വാസം കൊണ്ടല്ലേ ഉണ്ടാവുന്നത്. അതെ, അപ്പൊ അവര് മാറ്റേണ്ടി വന്നു എന്നുള്ളതല്ലേ? അല്ല, പിൽക്കാലത്ത് മുസ്ലിമിലേക്ക് ഇസ്ലാമിലേക്ക് വന്ന കാര്യമായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തോന്നുന്നത്. അതാണോ?
അത് അതാണോ അഥവാ ഖുറാനിൽ അങ്ങനെ ആരാധിക്കൂല നിങ്ങള്? അതെ ഈ ആരാധന വിശ്വാസം ഒന്നാണോ? താങ്കൾക്ക് മനസ്സിലാവാനാ ഞാൻ പറയണേ. ചോദ്യം വിശ്വാസം ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മനസ്സിലാവും. ആരാധിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ വിശ്വാസപരമായ കാര്യം നെസ്കില്ല. മനസ്സിലായോ? അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് നെസ്ക്കുന്ന പിന്നെ തീർന്നില്ലേ? പിന്നെ ഖുർആൻ ഇല്ലാതെ ഇല്ലേ? നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ എന്തായി? അപ്പൊ അതായത് എന്താ ആ സുഹൃത്തിന് അത് ചിലപ്പോ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പിന്നീട് ഇസ്ലാമം സ്വീകരിച്ചപ്പോ പറഞ്ഞു സാബിത് ഭായ്, ചിലപ്പോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും. അതായത് ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് റസൂൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് പിന്നീട് പിൽക്കാലത്ത് മുശ്രിക്കുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലേ എന്നുള്ളത്. അപ്പൊ എല്ലാരെയും ഉദ്ദേശിച്ചാണോ ആ ആയത്ത് ഇറങ്ങിയത്? അതാണ് ആയിരിക്കും അദ്ദേഹം അതല്ല, ഞാൻ പശ്ചാത്തലം പറഞ്ഞിരുന്നു. അത് ഇന്ന കാരണത്താൽ ഇറങ്ങിയത്. നിങ്ങൾ തൽക്കാലം ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ചിട്ട് നിന്റെ ദൈവത്തെ ഞങ്ങൾ കുറച്ച് ആരാധിക്കാം. പിന്നീട് അവർക്ക് ആരാധിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാ. അപ്പൊ ഖുറാനിൽ പറഞ്ഞതിന് വിപരീതമായില്ലെന്ന് ചോദിക്കുക. അത് അവര് പ്രവൃത്തിയിൽ അത് തെറ്റ് നബി ചൂണ്ടിക്കാണിച്ചാൽ അത് വിപരീതമാവൂല. ഇസ്ലാമിന്റെ ഈ ആരാധന എന്നുള്ള വിശ്വാസം നിങ്ങൾ പറഞ്ഞതുപോലെ അതെന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നെസ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് വിശ്വാസമാണ്, ഒരു ബിലീഫ്. അത് നെസ്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഞാൻ പറയാം. അപ്പോ ഞാൻ ഉദ്ദേശിച്ചത് ഖുറാനായത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആരാധിക്കുന്നത് ഞാനും ആരാധിക്കാൻ പോകുന്നില്ല, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ഈ പറഞ്ഞ ആളുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഖുറാന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഇത് വരില്ല എന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല വരില്ല. കാരണം ആയത്തുകൾ 3 രീതിയിലാണ് നെസ്കാവുന്നത്. അതിൽ ഒരു വിഭാഗമാണ് ഇപ്പൊ എക്സ് പറഞ്ഞത്. ആയത്ത് ഉണ്ടാവും എന്നാൽ നെസ്കായിട്ട് നിൽക്കും, എന്നാൽ ആയത്ത് ഇല്ലാത്ത വിധം സംഭവം ഉണ്ടാവും. അങ്ങനെ 3 തലം ഉണ്ട് അതിന്. നെസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആയത്തെ ഞങ്ങൾ പോകുന്നല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, വേറെ വിഷയം. അത് ഇവിടെ ചർച്ചയല്ല. പക്ഷെ എന്നാലും പറയാതെ ഈ വിശ്വാസത്തിൽ നെസ്ക് ഇല്ല. മനസ്സിലായോ? ഓക്കെ. അത് ഏതെങ്കിലും വിധത്തിൽ ഒറ്റപ്പെട്ട റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടാവും. അതിന് ഇജ്മാഇന്റെ അടിസ്ഥാനം വേണം, കൂടുതൽ പ്രബലത വേണം, എങ്കിലെയാണ് അത് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എക്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ രേഖ കാണിച്ചോളൂ, ഞാൻ നോക്കാം. തീർച്ചയായിട്ടും വിശ്വാസ കാര്യത്തിൽ എന്തായാലും നെസ്ക് ഇല്ല. പിന്നെ അപ്പൊ അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇപ്പൊ മനസ്സിലായി ജാബിറെ. അദ്ദേഹം ഉദ്ദേശിച്ച ഇപ്പൊ എക്സിന് മനസ്സിലാവണ്ടേ, എക്സിന് ശരിക്കും മനസ്സിലാവണ്ടേ. അപ്പൊ ഞാൻ ആ ചോദ്യത്തിലൂടെ പറഞ്ഞതാണ്. എക്സിനെ എതിർക്കുന്നില്ല, മനസ്സിലായോ? എക്സ് ചോദിക്കണമെന്നും കുഴപ്പമില്ല, ചോദിക്കാം, ചോദിക്കാം. പക്ഷെ എക്സിനത് മനസ്സിലാവണ്ടേ. ഞാനത് ഉത്തരം പറഞ്ഞ് വിശദീകരിച്ചിട്ട് കാര്യമില്ല, വലിച്ചു വാരി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം അതിപ്രസംഗം കൊണ്ട് യാതൊരു കാര്യം മനസ്സിലായാൽ മതി, അതാണ്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് നെസ്കാവൂല. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞ സംഭവം ഞാനൊരു ഉദാഹരണം പറയാം. സൂറത്ത് മറ്റേ നമ്മുടെ പ്രവാചകന്മാർക്ക് അവതരിച്ച ഗ്രന്ഥങ്ങൾ, അതൊക്കെ ഇപ്പോൾ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന ചില വിധികളും കർമ്മങ്ങളും കാര്യങ്ങളുമാണ് നെസ്കാവുന്നത്. ചില വിഷയങ്ങളിൽ വിശ്വാസത്തിൽ നെസ്ക് വരില്ല. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനെ ദാത്തിൽ പങ്കു ചേർത്തിട്ടില്ല എന്നുള്ള വിശ്വാസം നെസ്ക് വരില്ല. അതുപോലെ തന്നെ പ്രവാചകന്മാരെ നിങ്ങൾ അംഗീകരിക്കണം, വിശ്വസിക്കണം എന്നുള്ള കാര്യം നെസ്ക് വരില്ല. അങ്ങനെയുള്ള വിശ്വാസപരമായ മലക്കുകൾ ഉണ്ട്. ഇടയ്ക്ക് വെച്ച് കുറച്ച് മലക്കുകൾ നിങ്ങൾ ക്യാൻസലാക്കി, നെസ്കാക്കി, അങ്ങനെ പരിപാടി ഇസ്ലാമിലില്ല. വിശ്വാസപരമായ കാര്യത്തിൽ ഒരു നെസ്ക് വരില്ല. കാരണം എന്താ? അത് വിശ്വാസമാണ്. മലക്കുകളുള്ള വിശ്വാസം, കിതാബിലുള്ള വിശ്വാസം. കിതാബിലുള്ള വിശ്വാസം വിശ്വാസമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രവാചകന്മാരിലൂടെ നമുക്ക് കിട്ടിയതാണ്. അത് ലൗഹുൽ മഹ്ഫൂദിലുണ്ടെന്ന് നമുക്ക് നെസ്കാക്കാൻ പറ്റില്ല. ലൗഹുൽ മഹ്ഫൂദ് നമ്മുടെ പരിധിപ്പെട്ട വിഷയമല്ല, ഭൂമിയിലെ കാര്യമാണ് ആ പറഞ്ഞത്. നമ്മുടെ ഭൂമിയിലെ വിശ്വാസികൾ എടുക്കുന്ന, പ്രവാചകന്മാരെ എടുക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഹഖായിക്കുൽ വിഷയം ചർച്ചയല്ല. നമുക്ക് ഇറക്കപ്പെട്ട മറ്റു നബിമാർക്ക് ഇറക്കപ്പെട്ട ഇഞ്ചീല്, തൗറാത്ത്, സബൂറൊക്കെ ഉണ്ടല്ലോ, അല്ലാത്ത ഏടുകള്, ബാക്കി കാര്യം അതെല്ലാം ഇപ്പോഴും അവിടെ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഭൂമിയിലില്ല എന്നല്ലോ. അവിടെ ഉണ്ട്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതിന്റെ സംഭവം തീർന്നു, വിഷയം അവസാനിച്ചു. അതിന്റെ അത് അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാം, കുഴപ്പമില്ല. ആ വിശ്വാസത്തെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല. എക്സിന് ഏകദേശം ധാരണ കിട്ടിയ വിഷയം. കാരണം ഈ ഇതിനു മുമ്പ് ഇറക്കപ്പെട്ടതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇഞ്ചിയിലില്ലല്ലോ ഇപ്പൊ. ഓക്കെ, കാലഘട്ടത്തിനനുസരിച്ചും അല്ലെങ്കിൽ അന്നത്തെ സമൂഹത്തിന്റെ അനുസരിച്ചിട്ടുള്ള ആയത്തുകൾ ഒക്കെ അന്ന് ഇഞ്ചിയിലും ഇതിലൊക്കെ ഉള്ള സംഭവങ്ങളായിരുന്നു. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് ഇനി എത്ര കാലം ലോകമുണ്ടോ,
അല്ലെങ്കിൽ ഏതൊക്കെ മൂലയിൽ ജനങ്ങളുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഖുർആനിൽ ഗ്രന്ഥമായിട്ട് ഏതൊക്കെ ഉണ്ടെന്ന് നബി പറയണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞു അല്ല മനസ്സിലായ? നബി ഖുർആനിന്റെ സല്ലല്ലാഹു ഓരോ അലൈഹി ആയത്തും വസല്ലമക്ക് ഇറക്കി കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ ഇന്നതൊക്കെയാണ് ഖുർആൻ എന്ന് പറയുമ്പോഴാണല്ലോ അത് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല ഞാൻ ചോദിച്ചതിന്റെ ആകെ ഇതിവൃത്തം ലോക ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ അഥവാ ഇനി ഒരിക്കലും സോൾജറെ ഒരു എഡിറ്റ് നടക്കാത്ത ഒരു ഗ്രന്ഥത്തില് അത്രയും പെർഫെക്റ്റ് ആയിട്ടല്ല ഇറക്കേണ്ടിയിരുന്നത്. അതില് ഇങ്ങനെ 3 ഐറ്റം നസ്ഖുകളൊക്കെ വരാനുള്ള സാധ്യതകൾ പാടുണ്ടായിരുന്നോ? അത് മാത്രല്ല ഒറ്റ സെക്കൻഡ് അതിനോട് കൂട്ടിയിട്ട് അഥവാ പ്രവാചകന്റെ കാലഘട്ടത്തില് ഇപ്പോ ഈ നിങ്ങൾ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. പ്രവാചകൻ ഒന്നിച്ചില്ല ലക്ഷം പ്രവാചകന്മാർ വന്നിട്ട് അവസാനത്തെ പ്രവാചകനായിട്ട് മുഹമ്മദ് നബി വന്നിട്ട് അതൊരു പെർഫെക്റ്റ് ആക്കിയിട്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ക്രോഡീകരിച്ച് വെക്കേണ്ടതായിരുന്നില്ല. എന്തുകൊണ്ടാണ് പ്രവാചകന്റെ മരണശേഷം പിന്നെയും 3 ഖലീഫമാരുടെ കാലഘട്ടത്തിന് ശേഷം ഖുർആൻ ക്രോഡീകരിക്കപ്പെടേണ്ടി വന്നത്? അത്രയും ലോക ജനതക്ക് മാനവികത ഉണർത്തേണ്ട ഒരു ഗ്രന്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കാതെ പോയത്? ക്രോഡീകരണം എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ ക്രോഡീകരണം നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ്. അത് നേരെ എടുത്ത് ബുക്കിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അത് ക്രോഡീകരിച്ചില്ല? ഇത്രയും ഹൃദയത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ ഹൃദയത്തിൽ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള എത്രയോ വിഷയങ്ങൾ ഹദീസുകൾ അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട്. എത്രയോ ആളുകൾ ഇന്ന സുഹൃത്തുക്കൾ ഇന്ന സുഹൃത്തിന്റെ താഴെ വന്നെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയോ ഈ വിഷയത്തില് ഒരുപാട് ആളുകള് ഇപ്പൊ പ്രവാചകന്റെ ബൈഹാർട്ട് ആക്കിയിട്ട് കൂടെ നടന്നിരുന്ന ഒരാള് പോലും നിരസിച്ചുകൊണ്ട് ആണ് ഈ സൈനുൽ സാബിത്തിനെ എന്ത് ചെയ്യണത് ഖുർആൻ ക്രോഡീകരണത്തിന് ഏൽപ്പിക്കുന്നത്. റസൂലിന്റെ ഈ ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എതിർക്കുകയല്ല ചെയ്തത്. നബി ചെയ്യാത്തൊരു കാര്യം ചെയ്തില്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. പകുതിയൊക്കെ കേൾക്കുന്നുള്ളൂ, എനിക്ക് മാത്രമാണോ? അല്ല അപ്പൊ പറയുന്നുണ്ടല്ലോ പ്രവാചകൻ പോലും ഇത് ക്രോഡീകരിക്കാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് ഇത് ക്രോഡീകരിച്ചു വെക്കുന്നത്? അത് റസൂലുള്ളാഹി ചെയ്തില്ലാത്തത് കൊണ്ടല്ല ചെയ്യാത്ത, റസൂലുള്ളാഹി എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇല്ലല്ല റസൂലുള്ളാഹി ക്രോഡീകരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഉമർ പറയുന്നത്. റസൂൽ പറയാത്തൊരു കാര്യം നമ്മള് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ചോദിക്കുന്നില്ല അവിടെ. അല്ല അത് ഞാൻ പറഞ്ഞുതരാം. എക്സ് പറഞ്ഞതിൽ കുറെ കുഴപ്പമുണ്ട്. കാരണം ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണ് എക്സ് ആ പറഞ്ഞത് മൊത്തം. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അത് പറയുമ്പോൾ സിദ്ദീഖുകളെ എതിർക്കുന്നത് ഖുർആൻ ക്രോഡീകരണത്തെ അല്ല, മനസ്സിലാക്കുക, ആ ചെയ്യുന്ന പ്രവൃത്തിയാണ്. മനസ്സിലാവുണ്ടോ? അതായത് ചെയ്യപ്പെടുന്ന പ്രവൃത്തി ഖുർആൻ ഇങ്ങനെ ഒരു ക്രോഡീകരണ രീതിയിൽ ബുക്കാക്കി വെക്കുന്ന പ്രവൃത്തി ബിദ്അത്താണ്. ആ ബിദ്അത്ത് സുന്നത്തായപ്പോഴാണ് അത് അനുവദനീയമായത്. അത് ഇജ്മാ ആണ്. മനസ്സിലായ? ഒരു സഹാബിയെ എതിർത്തിട്ടില്ല. പ്രവാചകൻ കാണിച്ചു തരണ്ടേ? അല്ലെങ്കിൽ പ്രവാചകൻ സമ്മതം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ മൗനാനുവാദം നൽകണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സുന്നത്താവുള്ളൂ. അങ്ങനെയൊന്നും സുന്നത്ത് ആവുള്ളൂ. അപ്പൊ ഞാൻ പറയാം. സോ എക്സ് അങ്ങനെ മനസ്സിലാക്കും നബി ചെയ്തു എന്നുള്ളത്. അല്ല പ്രവാചകൻ സഹാബികളോട് മനപ്പാടാക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ സഹാബികൾ തെളിവാണോ അല്ലയോ? അതെ, സഹാബികള് പ്രവാചകന്റെ കാലഘട്ടത്തില് സഹാബികളോട് ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ കൂടെ നടന്നിരുന്ന ആളുകളോടോ അല്ലെങ്കിൽ ചുറ്റുള്ള സഹാബികളോ ഇങ്ങനെ ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോൾ പഠിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നബി വഫാത്തായ കാലത്തിന് ശേഷം അവരൊരു തീരുമാനം എടുത്താൽ തെളിവാവൂ? അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ കുറെ വിഷയങ്ങളില്. ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഖുർആൻ അവരല്ലേ ക്രോഡീകരിച്ചത്? അപ്പൊ അവർക്കിടെ ഇജ്മാ ഉണ്ട്. 4 ഖലീഫമാരെ എതിർത്തിട്ടില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇതൊരു അപ്പൊ അത് ഇജ്മാ ആണ്. മനസ്സിലായോ? എന്റെ അഭിപ്രായമല്ല, എന്റെ അഭിപ്രായമില്ല, അങ്ങനെ പറയില്ലേ? ഞാൻ ചോദിക്കണത് നിങ്ങളുടെ അഭിപ്രായത്തില് ഈ ഖുർആൻ അന്ന് പ്രവാചകന്റെ കാലഘട്ടം മുതലേ ബൈഹാർട്ടാക്കി വരുന്നതായിരുന്നോ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ ക്രോഡീകരിച്ച് പുസ്തക രീതിയിലാകുന്നതാണോ? വിച്ച് ഈസ് ദി ബെസ്റ്റ്? ഏതാണ് നല്ലത്? ബൈഹാർട്ട് ആക്കിയതാണ് കൂടുതലും, എന്നാൽ എഴുതി വെച്ചവരും ഉണ്ട് കൂടുതലും. അല്ല ഏതായിരുന്നു നല്ല തീരുമാനം? അതിലേതാ? രണ്ടും നല്ല തീരുമാനമായിരുന്നു. അല്ല വിച്ച് ഈസ് ദി ബെറ്റർ? ദ ബെറ്റർ ഓഫ് ടു ഇജ്മാ ആണ് അവരുടെ അംഗീകാരം. ഒരു ഖലീഫമാരും അതിനെ എതിർത്തിട്ടില്ല. അബൂബക്കറിനെ എതിർത്തിട്ടില്ല, ഉമറിനെ എതിർത്തിട്ടില്ല. എഴുതി വെക്കുന്നതാണോ നല്ലത്? ബൈഹാർട്ടാക്കി പാസ് ചെയ്ത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് പാസ് ചെയ്ത് വരുന്നതാണോ നല്ലത്? രണ്ടും നല്ലതാണ്. ഒരു 100 പേരുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാള് ഒന്നാമനോട് ഒരു കഥ പറയുന്നത് 100ാമന്റെ അടുത്തെത്തുമ്പോ ആ കഥയിൽ എത്ര വൈരുദ്ധ്യങ്ങൾ വരും? ആ സമയത്ത് ആദ്യത്തെ ഒരാൾ ഒരു പേപ്പറിൽ ഒരു സംഭവം എഴുതി,
അത് പ്രിന്റ് ആ എടുത്തിട്ട് രണ്ടാമത്തവനക്കും മൂന്നാമത്തവനക്കും കൊടുത്ത് 100ാമത്തവന്റെ അടുത്ത് എത്തുമ്പോഴും ആ പ്രിന്റിൽ വ്യത്യാസം വരില്ല. അപ്പൊ ഇല്ല. ഇതിൽ ഏതാണ് നല്ല ചോയ്സ്? അതുപോലെയല്ല, എക്സ് മനസ്സിലാക്കിയതൊക്കെ തലയിരിഞ്ഞു പോയി. കാരണം അങ്ങനെയല്ല ഖുർആൻ ബ്രോ. അല്ല, ഞാൻ അതിൽ പറയാൻ നല്ല പറയാം ചോയ്സ് അല്ല, നല്ല ചോയ്സ് ഏതാ? ഞാൻ പറഞ്ഞുതരാം. നല്ല നല്ല ചോയ്സ് ചോയ്സ് അത് തീരുമാനിക്കുന്നത് ആരാ? അല്ല, തീരുമാനിച്ചത് ആരാ? നല്ല നമ്മളാ? ചോയ്സ് അല്ല, നമ്മളല്ലോ നമുക്കിപ്പോ ഒരു ചോയ്സ് തീരുമാനിക്കുന്നേ. ഉണ്ടാവുമല്ലോ, ഏതാണ് നല്ല ഞാൻ ചോയ്സ് പറഞ്ഞുതരാം, എന്നുള്ളത്. ആ ശ്രദ്ധിച്ച് ചോയ്സ് കേൾക്ക്, ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടും ക്രോഡീകരിക്കുക എന്നുള്ളതല്ലേ. ഇത് അപ്പൊ ആ ആരുടെ ഒരു ചോയ്സാ? ചോയ്സ് എക്സിന്റെ ചോയ്സാ അതോ അല്ല, അത് സഹാബാക്കളുടെ ചോയ്സാ? സഹാബാക്കള് ചോയ്സ് അവര് ചെയ്തു, ഈ അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിച്ചത് ആരാ? സഹാബാക്കൾ. അപ്പൊ അത് 4 തെറ്റാണെന്നല്ലേ ഖലീഫ. പറഞ്ഞതിന്റെ അർത്ഥം? നാലാം തെറ്റ് ഖലീഫയോ? നാലാം 4 ഖലീഫയോ? ഖലീഫ 3 ഖലീഫമാരെ എന്താണ് കാലഘട്ടം കഴിഞ്ഞിട്ടല്ലേ ചെയ്ത്? എനിക്ക് ഖുർആൻ ക്രോഡീകരിച്ചതോ? പടച്ചോനെ, ആ ഇപ്പൊ ഞാൻ പറഞ്ഞു തലയിരിഞ്ഞായോ? സുഹൃത്തെ, സുഹൃത്തെ, ഒരു കാര്യം ഉസ്മാ മനസ്സിലാക്കുക. ഖുർആൻ ആ ഖുർആൻ ക്രോഡീകരിച്ച ഉസ്മാനല്ലേ? സിദ്ദീഖിന്റെ കാലത്താണ്. ഏയ് താങ്കൾ എന്താണ് പറഞ്ഞത്? താങ്കൾ എന്താ സോറി, ഉദ്ദേശിച്ചതെന്ന് എനിക്ക് എന്റെ മനസ്സിലായില്ല. പറയൂ ഖുർആൻ ഖുർആൻ താങ്കൾ തിരിഞ്ഞു പോയതായിരിക്കും. ഉസ്മാനുള്ളാഹ് ചെയ്തത് ഏകീകമായിട്ട് ക്രോഡീകരിക്കുക ചെയ്തത്. ആ. മനസ്സിലായോ? അത് വേറെ ഇത് വിഷയമാണ്. അതല്ല, എഴുതി രേഖപ്പെടുത്തിയ ആരാ? അത് ആരെ സിദ്ദീഖിന്റെ കാലഘട്ടത്തിലാ? കാലത്താണ്. ഒരു ഗ്രന്ഥാക്കി വെച്ചത് സിദ്ദീഖിന്റെ കാലത്താണ്. ഏത് ഏത് പ്രവാചകൻ മരിച്ചിട്ട് എത്രാമത്തെ ഖലീഫമാരെ കാലഘട്ടത്തിലാ? ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്. അൻസാരികളും മുഹാജിറുകളൊക്കെ ആ കാര്യത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതേ. എക്സ് ശ്രദ്ധിച്ച് കേട്ടോ. എക്സ് മനസ്സിലാക്കേണ്ടതേ, ഖുർആൻ നമ്മളല്ല തീരുമാനിക്കേണ്ടേ, നബിയുടെ ശിഷ്യന്മാരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് ആർക്കും എതിർപ്പില്ല. നമുക്കെന്തിനാ എതിർപ്പ്? അല്ല, ഞാൻ ഉണ്ടോ? അത് എതിർക്കല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ അതെ, ചോദിച്ചത് അത്രേ ഉള്ളൂ അങ്ങനെ അതിന്റെ ഉത്തരം. ക്രോഡീകരിക്കേണ്ടത് ഇത്രയും 1.5 ലക്ഷം പ്രവാചകന്മാരയച്ചിട്ട് അവരൊന്നും ആ സക്സസ് ആവാതെ പോയപ്പോ എന്റെ സഹാബാക്കളെ നിങ്ങൾ പിൻപറ്റുക, അവരാര് പിൻപറ്റിയാലും നിങ്ങൾ ഈ സ്വർഗത്തിലാണ് എന്ന് നബിയല്ലേ പറഞ്ഞേക്കണേ. 1.5 ലക്ഷം പ്രവാചകന്മാരെ അയച്ചിട്ട് അവർ സക്സസ് ആവാതെ പോയ അവസാന പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിനെ അയച്ചിട്ട് ഒരു ഗ്രന്ഥം ഇറക്കി കൊടുത്തിട്ട് ആ ഗ്രന്ഥം എന്തുകൊണ്ട് മുഹമ്മദ് നബി എഴുതി വെച്ചില്ല എന്നാണ് എന്റെ എല്ലാ സംശയം. എക്സ് താങ്കൾ ചോദിക്കുന്നതൊക്കെ ഏതാണ്ട് എല്ലാം കൂടി ഒന്നിച്ച് ചോദിക്കില്ലേ? ഖുർആൻ ഇറക്കിയത് ആർക്കാ? മൈക്ക് എടുത്തോ, പറഞ്ഞോ. ഞാൻ പറഞ്ഞു, ചോദ്യത്തോടെ പറഞ്ഞുതരാം. മൈക്ക് എടുത്തോ. ലോക ജനങ്ങൾക്ക്. ലോക ജനങ്ങൾക്ക് എന്നുള്ളത് തിരിഞ്ഞത് എപ്പോഴാ? അതില് അള്ളാഹു അങ്ങനെ പറയുമ്പോ അള്ളാഹു അങ്ങനെ പറഞ്ഞു എങ്ങനെ തിരിയ? ഖുർആൻ നമ്മുടെ ഇതിലേക്കല്ലോ തന്നത്. ഖുർആൻ ആർക്ക് ഇറങ്ങിയത്? പ്രവാചകൻ ഇറങ്ങി. പ്രവാചകൻ ഇറങ്ങിയ തെളിവെന്താ? പ്രവാചകൻ പറഞ്ഞു. എന്ന് പറഞ്ഞു, തെളിവെന്താ? പ്രവാചകൻ പറഞ്ഞതിന്റെ തെളിവ് അല്ലാതെ അത് നമുക്കെങ്ങനെ മനസ്സിലാവും പ്രവാചകനാ പറഞ്ഞെന്നുള്ളത്? പ്രവാചകൻ പറഞ്ഞതല്ലാതെ വേറെ തെളിവെന്നുള്ളത് എനിക്കൊരു അറിവില്ല. സാബിത്തിനെ ഒന്ന് തിരുത്തി കൊടുക്കാം. എക്സ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാ, പ്രവാചകൻ പറഞ്ഞു എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ എങ്ങനെ മനസ്സിലാവും എന്നാ ചോദിച്ചത്. ഈ കാലഘട്ടത്തിൽ നമ്മളില്ലല്ലോ. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് പ്രവാചകന് അള്ളാഹു ഇറക്കി കൊടുത്തതാണ്, പ്രവാചകൻ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് എങ്ങനെ മനസ്സിലാക്കും എന്നാണ് ചോദിക്കുന്നത്. ശബ്ദം അങ്ങനെ തന്നെയല്ലേ? അല്ല, അത് മനസ്സിലാക്കാൻ പ്രവാചകൻ പറഞ്ഞു തന്നെയല്ലേ ഉള്ളൂ. അള്ളാഹുവിന്റെ വഹി വന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അത് ആരാ പറഞ്ഞത് വഹിയൊക്കെ ഉണ്ടെന്ന്? അത് എക്സിനോട് ചോദിക്കുന്നതേ വന്നതാണോ? അല്ല, എക്സിനോട് ചോദിക്കുന്നത് പ്രവാചകനാണ് ഇത് പറഞ്ഞതെന്നും മുഹമ്മദ് നബി പ്രവാചകനാണെന്നും ആരാണ് എക്സിനോട് പറഞ്ഞതെന്നാ ചോദിച്ചേ. സാധാരണ നമ്മൾ പറയേ ഖുർആൻ ആരുടെ? അള്ളാടെയാണ്. അപ്പൊ അള്ള ഉണ്ടെന്ന് എന്താ തെളിവ്? ഖുർആനിലുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായാ? മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് പ്രവാചകനെ ഇറക്കി കൊടുത്തുന്ന ആരാണ് പറഞ്ഞതെന്ന്. പ്രവാചകനെ ഇറക്കി കൊടുത്തുന്ന അള്ളാഹു പറഞ്ഞു ഖുർആനില്. എക്സിനെ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കി ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതായത് അള്ളയാണ് ദൈവം എന്ന് എവിടെ പറഞ്ഞത്? അത് ഖുർആനില്. അപ്പൊ അള്ള ദൈവമാണെന്ന് ഖുർആനിൽ പറഞ്ഞു. അപ്പൊ ഖുർആൻ ആരാ ഇറക്കിയ? അള്ളാ. ഇത് രണ്ടും കൂടി ഒരു പുറത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പൊ ചോദിച്ചേ. ഇപ്പൊ അതുപോലത്തെ ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായ?
ഖുർആനാണെന്ന് പറഞ്ഞാൽ മാത്രം തെളിവെടുത്താൽ നമുക്ക് ഒന്നും എത്തൂല, ഒരു വഴിക്ക് എത്തൂല, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോവും. ഖുർആൻ തന്നെ നിഷേധിക്കേണ്ടി വരും. മനസ്സിലായോ? ഖുർആൻ ഇറക്കിയെന്ന് നബിക്ക് കിട്ടിയെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ വട്ടം ഇങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും. വട്ടം വട്ടം മച്ചിങ്ങാൾ കേട്ടിട്ടില്ലേ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കളിക്കുന്ന കളി? അതുപോലെ ആയിക്കൊണ്ടിരിക്കും. ഖുർആൻ ആരാണ് അവസാനത്തെ പ്രവാചകനാണെന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവാണ് ഏകദൈവം എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ ഒരു എന്താ പറയുക, ഒരു സർക്കിളാണ്. അപ്പൊ നമുക്കത് എങ്ങനെ മനസ്സിലാവും? അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്ന ചോദിക്കുന്നത് എക്സിനോട്. നമ്മളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം, അത് വിശ്വാസി അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു അഞ്ച് ബുക്ക് വെച്ചിട്ട് അതിന്റെ മേളിൽ ഖുർആൻ എന്ന് എഴുതി വെച്ചേക്കാണ്, 5 എണ്ണത്തിന്റെ മേലില്. അപ്പൊ എങ്ങനെ അതിൽ ഏതാ ഖുർആൻ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഖുർആൻ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോ ദൈവത്തിന്റെ ഗ്രന്ഥമാണെങ്കിൽ ആ ഗ്രന്ഥത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് വേണം, അപ്പൊ മനസ്സിലാവും. മറ്റു ഗ്രന്ഥങ്ങൾക്കില്ലാത്ത അഥവാ ഇപ്പോ ദൈവത്തിന്റെ ഒരു ഗ്രന്ഥാണെന്നുണ്ടെങ്കിൽ അതില് ഒരു തെറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രന്ഥത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഇപ്പൊ രാമായണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, രാമായണത്തിലും മഹാഭാരതത്തിലും ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതും വിശ്വസിക്കാൻ പാടില്ലേ? അല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊക്കെ കുറെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ്. സ്വരാഷ്ട്രീയ മതം അനുസരിച്ചിട്ട് സരദൃഷ്ടരാണ് പ്രവാചകനായിട്ട് വന്നിരിക്കുന്നത്. അഹൂരമസ്തിയാണ് ദൈവം, അഹൂരമസ്തിയാണ് ലോകത്തെ പഠിച്ചത്. അഹൂരമസ്തെ അഗ്രവിനീഷിന്റെ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമെന്ന് തെളിവുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഗ്രന്ഥം വായിക്കുമ്പോൾ പിൽക്കാലത്ത് ആ മതത്തിൽ പല ദൈവങ്ങളും വന്നിട്ടുണ്ട്, പക്ഷെ ഏകനായ അഹൂരമസ്തയെ നമുക്ക് പിന്നീട് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ശരിയാണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന നിലയിൽ ചരിത്രപരമായി നോക്കണം. എന്നാൽ മറ്റു മതങ്ങളിൽ ആശയപരമായിട്ടും ശിഷ്യന്മാരുടെ, അതായത് പ്രവാചകന്റെ ശിഷ്യന്മാർ മുഖേന കിട്ടപ്പെട്ട നമ്മുടെ ആ അടിസ്ഥാനപരമായ അംഗീകാരം ഇന്നൊരു മതത്തിനും ഇല്ല. ഏതെങ്കിലും ഒരാൾക്കുടെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളോ ഏതെങ്കിലും 3-4 പേര് എഴുതിയ അഭിപ്രായങ്ങളോ ഇന്ന് കിട്ടാനുള്ളൂ. എന്നാൽ റസൂലുള്ളാഹിയുടെ ഹദീസുകളും ഖുർആനുകളും ഇന്ന് നമുക്ക് കിട്ടുമ്പോൾ അത് കൊണ്ടുവന്ന് തെളിയിക്കുന്നത് ആ കാലത്ത് ജീവിച്ചിരുന്ന സഹാബാക്കളുടെ മൊത്തം അംഗീകാരമാണ്. എന്നാലേ ഖുർആനാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് വേണ്ടത് ആദ്യമേ ഇജ്മാ ആണ്, ഏകോപനമാണ്. നബി വന്നത് എൻ്റെ ഇടയിലേക്കല്ല, എക്സിൻ്റെ ഇടയിലേക്കല്ല, അറേബ്യയിൽ സൗദി അറേബ്യ, അന്നത്തെ അറേബ്യയിലെ ബഹുദൈവ വിശ്വാസികളുടെയും ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. അവരുടെ ഇടയിലേക്ക് നബി വരുമ്പോൾ അവർ നബി അംഗീകരിക്കണം. അപ്പോൾ അവർ അംഗീകരിച്ച അംഗീകാരത്തിൻ്റെ പേരിനെയാണ് ഞങ്ങൾ ഇജ്മാ എന്ന് പറയുന്നത്, ഏകോപനം എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആൻ എന്താവില്ല, നമുക്ക് തിരിയൂല, അവർ പറഞ്ഞു തരണം എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നെസ്ക് ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? ആ വിഷയത്തിൽ ഇമാമിങ്ങൾ പറയണം എന്നാണ് പറഞ്ഞത്. എക്സ് തിരിക്കുന്നത് എന്താ? അള്ള പറഞ്ഞു, റസൂൽ പറഞ്ഞു, അള്ള പറഞ്ഞു. അപ്പം അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം അവിടം വരെ നിൽക്കും, സ്റ്റോപ്പായിട്ട് നിൽക്കുവാണ്, ഫുൾ സ്റ്റോപ്പ്, ഇങ്ങോട്ട് വരുന്നില്ല. സാബിത് ഭായ് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു മനുഷ്യന് ഖുർആൻ വായിച്ചാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാവില്ല എന്നാണോ? ഖുർആൻ നമുക്കല്ല ഇറങ്ങിയത് റാഹിലെ. ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ പറഞ്ഞ ആശയത്തെ നിരൂപിക്കാനുള്ള പണ്ഡിതന്മാർ വേണം, ഊലുലംബ്രു വേണം. അത് നമ്മൾ നേരിട്ട് നോക്കി വായിച്ചാൽ ആ ഖുർആൻ തെറ്റി വഴിവഴിച്ച് പോകുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് അതിന്റെ ഉദ്ദേശം ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്? അനുചരന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ നിന്ന് അനുചരന്മാർ അതിൻ്റെ താഴെയുള്ളവർക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് താഴെയുള്ളവർക്ക്, അങ്ങനെയുള്ള വിശദീകരണങ്ങളിൽ നിന്നാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടതെന്നാണ് പറഞ്ഞത്. വിശദീകരണം എന്ന് വരുമ്പോ അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോ പലരും പല തരത്തിൽ വിശദീകരിച്ചതില്ലേ? അതിൽ ഇജ്മാ ഉള്ളതാണ് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ളത് എന്നാണ് പറഞ്ഞത്. കുറെ അല്ല, ഇജ്മാ എന്ന് പറയുമ്പോ അത് പണ്ഡിതന്മാരുടെ ഒരു കൂട്ടമായ തീരുമാനമല്ല. ഇജ്മാ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്മാരുടെ കൂട്ടമായ ഒരേ കാര്യം 4 പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഏകോപിതമായ ഒരേ കാര്യം എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇജ്മാആയിട്ട് സ്വീകരിക്കുക. അല്ലാതെ എല്ലാവരും കൂടി ഒരു ടേബിൾ കയറി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്നതിനല്ല ഇജ്മാ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. അപ്പൊ ഇജ്മാ എന്ന് പറയുന്നത് എല്ലാ പണ്ഡിതന്മാരും എഴുതുന്നത്. അങ്ങനെയല്ല, എല്ലാ പണ്ഡിതന്മാരും
അവർക്ക് കിട്ടിയ അറിവിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയ അവർക്ക് കിട്ടിയ ഹദീസുകളിൽ നിന്ന് അവർ രേഖപ്പെടുത്തിയ ഒരു സാധനം. ഒരേ കാര്യം തന്നെ 4, 5, 6, 7 ഒരു 10 ലക്ഷം ഇമാമന്മാര് അതേ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അത് അംഗീകരിക്കുക. കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഏകോപനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? കാലഘട്ടമാണ്, അല്ലാതെ അവര് തമ്മിൽ ചിലപ്പോ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ വിഷയത്തിൽ ഏകോപനമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതെടുക്കാന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട അഭിപ്രായങ്ങൾ കിട്ടിയില്ല ഒരു മനുഷ്യന്. ഖുർആൻ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. നമുക്ക് ഖുർആൻ കിട്ടുന്നത്, നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലായത് നിങ്ങളുടെ ഉസ്താദ് ഓതി തന്നിട്ടല്ലേ, പഠിപ്പിച്ചെന്നപ്പല്ലേ ഇത് ഖുർആനാണെന്ന് മനസ്സിലായത്? അല്ല, വായിക്കാൻ മനസ്സിലാക്കിയത് ഉസ്താദ് പഠിപ്പിച്ചപ്പോ അലിഫ് ബാ ഇങ്ങനെ കൂട്ടാനോ അങ്ങനെ പഠിപ്പിച്ചു തന്നു. അലിഫ് ബാ അക്ഷരങ്ങൾ, പിന്നെ അതിനെ കൂട്ടി വായിക്കാൻ പറഞ്ഞു. വായിക്കണതല്ലേ, അതിന്റെ വിശദീകരണം എങ്ങനെ മനസ്സിലായത്? അല്ലല്ല, അതാണ് ഞാൻ പറയട്ടെ. ഖുർആനിന് ഞാൻ വായിക്കാൻ അങ്ങനെ പഠിച്ചതാണ്. ഖുർആൻ വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അല്ലല്ല, ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണെങ്കിൽ അത് ഉസ്താദിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കിയത്. അത് ദൈവിക ഗ്രന്ഥമാണ് നേർക്ക് നേരെ അർത്ഥം വെച്ച് വായിക്കാൻ പഠിച്ചു, അതല്ലേ റാഹിൽ പറയുന്നത്? നേർക്ക് നേരെ അർത്ഥം വെച്ച് വായിക്കാൻ പഠിച്ചു, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇജ്മാ എന്ന് പറയുമ്പോ അങ്ങനെ ഇതുവരെ ഞാൻ എനിക്ക് ഉസ്താദ്മാർ എന്നുള്ളതും കേട്ട് മനസ്സിലാക്കിയ എന്റെ ചുറ്റുവട്ടത്തുള്ള ഞാൻ ഡയറക്റ്റ് ആയിട്ട് കേട്ടിട്ടുള്ള ഉസ്താദ്മാരിൽ നിന്ന് മനസ്സിലാക്കിയത്, അതായത് ഇജ്മാ, കിയാസ് എന്നൊക്കെ പറഞ്ഞ, കിയാസ് അല്ലെങ്കിൽ ഗവേഷണം, ഇജ്മാ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പണ്ഡിതന്മാരുടെ ഏകോപന തീരുമാനം. എന്തിലാണ്? ആ ഒരു വിഷയത്തില്, ഇന്ന വിഷയത്തില്. ഏത് വിഷയത്തില്? ആ വിഷയം ഒന്ന് പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും. വിഷയം ഒന്നുമില്ലെങ്കിൽ പിന്നെ ഫിഖിലുള്ള വിഷയം, അത് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലുള്ളത്. അതിൽ ഇജ്മാവ് വരില്ലല്ലോ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ. തൗഹീദിന്റെ വിഷയത്തിലല്ല, കർമ്മമായ പരമായ. നിസ്കാരത്തിൽ ഇജ്മാ ഉണ്ടോ? എങ്ങനെ നിസ്കാരത്തിൽ ഇജ്മാ ഉണ്ടോന്ന്? 5 നേരം നമസ്കാരം എന്നുള്ളത് ഇജ്മാ ആണോ, ഒറ്റപ്പെട്ട അഭിപ്രായമാണോ? ഇജ്മാ അല്ലാഹു റസൂൽ 5 നേരം നിസ്കരിച്ചതല്ലേ? അപ്പൊ അത് അംഗീകരിക്കണമെങ്കിൽ ഇമാമ് പറയണ്ടേ അതിന്റെ പേരാണ് ഇജ്മാ. 5 നേരം നിസ്കാരം ഉണ്ട് എന്ന് ഖുർആനിൽ നമുക്ക് കിട്ടൂല. മനസ്സിലായോ? അപ്പൊ പണ്ഡിതന്മാരെ ആരും എതിർക്കാത്ത വിധം ഒറ്റക്കെട്ടായതാണ് ഇജ്മാ, ഏകോപനം. 5 നേരം നിസ്കാരം എന്നുള്ളത്. അതെ, അതാണ് ഇജ്മാ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആ പറയുന്ന ഹജ്ജാണെങ്കിലും സകാത്താണെങ്കിലും അതുപോലെ തന്നെ നോമ്പാണെങ്കിലും. നോമ്പ് പിടിക്കണം എന്നുള്ള ഉറപ്പല്ലേ? ഓക്കെ മനസ്സിലായി. അപ്പൊ ഞാനുണ്ടല്ല, ഇപ്പൊ അള്ളാഹുവിനെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? ആ പണ്ഡിതന്മാരില്ല, ഇജ്മാഉള്ള ഈ മനസ്സിലാക്കിയ, ഗവേഷണം നടത്തി മനസ്സിലാക്കിയ, ഏകോപിച്ച് പറഞ്ഞ അള്ളാഹു എന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലായി, അവർക്ക് ഹൃദയത്തിൽ അള്ളാഹുവിനെ അവർ മനസ്സിലാക്കി. ഓക്കെ, അവർ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇജ്മാ നടത്തി. എന്നാൽ ഈ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവർ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എങ്ങനെ ഞാൻ മനസ്സിലാക്കുക? അത് എനിക്ക് ഖുർആനിൽ നിന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ ഇപ്പൊ അവരെ പിന്നെ അവരൊക്കെ മരിച്ചവരാണല്ലോ, അവർ അള്ളാഹു ആഖിറം പിടിച്ചാക്കട്ടെ, അവരുടെ ഖബറിന്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണോ വേണ്ടത്? എങ്ങനെയാണത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്? ഞാൻ അത് ഏത് പ്രമാണം വെച്ചിട്ടാണ്? ഖുർആനി പറഞ്ഞ വിഷയങ്ങളിലാണ് അവർ ഇജ്മാ ആയത്, അല്ലാതെ നമ്മളല്ല, വേറെ ഏതെങ്കിലും കാര്യത്തിനല്ല ഇജ്മാ ആയത്. ഖുർആനും ഹദീസിന്റെ മേലാണ് അവർ ഇജ്മാ ആയത്. ഖുർആനാണെന്നും ഹദീസ് ഹദീസാണെന്നും ആണ് അവർ ഇജ്മാ ആയത്. അല്ലാതെ വേറെ എവിടെ നിന്ന് സ്രോതസ്സിൽ നിന്ന് അവർ കൊണ്ടുവന്നതല്ല അവർ പറഞ്ഞ കാര്യങ്ങൾ. അതല്ല ഇജ്മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതെ, അവരുടെ ഇജ്മാ കേട്ടുകൊണ്ട് നമ്മൾ ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്ന് മനസ്സിലാക്കി. അതെ, പക്ഷെ ഖുർആനിൽ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിലെന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് പണ്ഡിതന്മാര് പറഞ്ഞ ഇജ്മാഇന്റെ ഫസ്റ്റ് ഇത് കൊടുക്കണം, അതിനുശേഷം പ്രബല അഭിപ്രായം. അത് ഇന്ന് ഞാൻ ഈ ഖുർആനിൽ എനിക്ക് 6000-ൽ പരം ആയത്തുകൾ ഉണ്ടെന്നാണ്. അപ്പൊ അതിന്റെ മൊത്തം അർത്ഥം ഉണ്ടാവുമല്ലോ, അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ. അത് എനിക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഏത് പണ്ഡിതനെയാണ് സമീപിക്കേണ്ടത്? കോഴിക്കോട് വലിയ ഖാസി ഉസ്താദ്, അവരെ കുറിച്ച് എന്താ അഭിപ്രായം? അദ്ദേഹം പണ്ഡിതനാണോ? അദ്ദേഹം പരിഭാഷപ്പെടുത്തി ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? കുല്ലു അല്ലാഹു വാഹിദിന് അദ്ദേഹം അള്ളാഹു ഏകനാണെന്ന് അർത്ഥം കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു എന്റെ ദൈവം ഏകനാണ്, ഒരുവനാണ് മനസ്സിലാക്കി. അത് ശരിയാണോ? ആ കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ അള്ളാഹു ഏകനാന്നുള്ളത്? ഏതെങ്കിലും ഇമാമിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല, ആർക്കും എനിക്കറിയില്ല. ഇമാമിന്റെ പിന്നാലെ പോയിട്ടില്ല. ഞാൻ കാര്യം പറഞ്ഞേ. ഹലോ റാഹിലെ തർക്കിച്ച ശരിയാവില്ല. അല്ല, ഞാൻ ഖുർആന്റെ കോണ്ടസ്റ്റിലേക്ക് ഖുർആൻ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? ഖുർആൻ എനിക്ക് വായിക്കണം ആഗ്രഹമുണ്ട്. ഖുർആനുള്ളിൽ എന്താണെന്ന് അള്ളാഹ് പറഞ്ഞത് എനിക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്.
അപ്പൊ അത് മനസ്സിലാക്കിയ പണ്ഡിതയെ തേടി പോകണോ? ആ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇപ്പൊ റാഹില് പറഞ്ഞില്ലേ അള്ളാഹു ഏകനാണോ എന്ന് റാഹില് മനസ്സിലാക്കണം എങ്ങനെയാണ്. അതിൽ ഏതെങ്കിലും ഏതെങ്കിലും അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞതിനാ സാബിത്ത് കാർഡ് കട്ടാവുണ്ട്. ആർക്കും അഭിപ്രായമില്ലെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറയാൻ അനക്ക് ലോകത്തുള്ള മുഴുവൻ ഇമാമിങ്ങളുടെയും ഗ്രന്ഥം എടുത്തിട്ടില്ല. ഹലോ, റാഹിലിന്റെ മറുപടി കേട്ട് കഴിഞ്ഞാലേ നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ വെറും വേസ്റ്റ് ആണ്. നമുക്ക് കുറച്ച് പരിഭാഷ അച്ചടിച്ച് വിറ്റാ മതി എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല. അല്ല, സാബിത് ഭായി പറഞ്ഞ് എനിക്ക് മനസ്സിലായി. സാബിത് ഭായി പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഞാൻ ഖുർആന്റെ അകത്തുള്ളത് എന്താണെന്ന് എനിക്ക് അറിയാനുള്ള ആഗ്രഹം ഈ 21ാം നൂറ്റാണ്ടിൽ. കാരണം ഖുർആൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റെയാണ് തേങ്ങയാണെന്നെല്ലാം ആരെല്ലോ പറയുന്നുണ്ട് എനിക്ക് ചുറ്റും. സജ്ജമാണ് ഒരുപാട്. അത് ആരെയാണ് സമീപിക്കട്ടെ? ആരെ സമീപിക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പരിഭാഷ വായിച്ചിട്ടല്ല ഇവിടെ ഇസ്ലാം ഇംപ്ലിമെന്റ് ആയത്. ഇപ്പൊ ഇന്ത്യയിലാകട്ടെ പരിഭാഷ അച്ചടിച്ചോണ്ട് അറബിയെന്ന് ആരും വന്നിട്ടില്ല. അല്ല, ഇന്ത്യയിലേക്കല്ല, കുലുവല്ലാന്റെ കാര്യം പറഞ്ഞില്ലേ, മനസ്സിലാക്കി ഇജ്മാ ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒരു സമൂഹത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നത് പരിഭാഷ അച്ചടിച്ചുകൊണ്ടല്ല എന്നാണ് പറഞ്ഞത്. അല്ല, കുലുവല്ലാന്റെ കാര്യം പറഞ്ഞില്ലേ ഞാന്, നിങ്ങൾ ഏകനാണെന്ന്. അത് ഇജ്മാ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പൊ ആർക്കും അഭിപ്രായമില്ല, എതിർ അഭിപ്രായമില്ല അള്ളാഹു ഏകനാണ് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കിയത് ശരി എന്നാണല്ലേ ഇങ്ങ പറഞ്ഞേ? ഹലോ, അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്? എന്തിന് തർക്കത്തിലേക്ക് പോകല്ലേ? നിങ്ങളെ പഠിക്കാനുള്ള ആഗ്രഹമാണ്, റാഹിലുണ്ടല്ലോ, പറഞ്ഞു തരും. റാഹിലെ പറഞ്ഞു തരും, പതുക്കെ പറഞ്ഞു തരും. നമ്മള് എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മളൊരു പ്രഷറിൽ നിന്നാൽ നമുക്കത് മനസ്സിലാവും കൂടിയില്ല. നമ്മൾ ഉദ്ദേശിച്ചതാണ് അത് ശരിയെന്ന് നമ്മൾ ചിന്തിച്ചത്. നിങ്ങള് ഒരു സമാധാനത്തില് അല്ല, എനിക്ക് കുറെ നിങ്ങളത്ര അറിവില്ല. ലോകത്ത് എത്ര പണ്ഡിതന്മാരുണ്ട് ഇതുപോലെ ഇമാമിങ്ങൾ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ലോകത്ത് എത്ര താബികൾ ഉണ്ടെന്നോ, സ്വഹാബത്ത് ഉണ്ടെന്നോ ലോകത്ത്, അങ്ങനെ അതൊന്നും എനിക്കറിയില്ല. എത്ര പഠനം നടത്താനുള്ള സമയവും സന്ദർഭവും ഒന്നും എനിക്കില്ല. അപ്പൊ എന്റെ മുമ്പിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. അതിൽ പറയുന്നുണ്ട് ഇതിൽ ലോകാവസാനം നിലനിർത്തുമെന്ന്. അപ്പൊ അതുകൊണ്ട് അതിനെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ഇതുവരെ ഇല്ല, ഈ നിമിഷം വരെ ഇല്ല. ഇനിയും ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാകുന്നതല്ല. കാരണം അള്ളാഹു ആണ് ഗ്യാരണ്ടി തന്നത്. അപ്പൊ ബാക്കി നിങ്ങൾ പറഞ്ഞ ഒരുപാട് ഇമാമുണ്ട്. ഈ ഇമാമിങ്ങളൊക്കെ തേടി എനിക്ക് പോകാനും പറ്റില്ല. അപ്പൊ എന്റെ മുമ്പിലുള്ള ഉസ്താദുമാരൊക്കെ ഉണ്ട്, അവരനുസരിച്ച് ഞാൻ നിസ്കരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ കുൽവല്ലാന്റെ കാര്യം പറയും നിങ്ങൾ, അതിപ്പോ പരിഭാഷ നോക്കിയിട്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി. കോഴിക്കോട് വലിയ ഹാസിയുടെ പരിഭാഷയിൽ കുൽവല്ലാഹുദിന് അള്ളാഹു ഏകനാണ് എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു ഏകനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു ഇമാമുമാർക്ക് അതിലെല്ലാം ഇജ്മാ ആയതുകൊണ്ട് ഇതതില്ല. ഓക്കെ, അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഖുർആനിൽ വേറൊരു സ്ഥലത്ത് ഞാൻ കാണുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഹൃദയം അറിയുന്നവൻ ഞാനാകുന്നു, എന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ പ്രവൃത്തിയിലേക്കല്ല, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതും അറിയുന്നവൻ ഞാനാണ് എന്ന്. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഉള്ള നോട്ടവും ഹൃദയത്തിലുള്ളത് അറിയുന്നതും അള്ളാഹുവിന്റെ ഒരു സിഫത്താണല്ലോ. അപ്പൊ അത് അങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ലോകത്തുള്ള ഒറ്റൊരു മനുഷ്യനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ അർത്ഥം എന്താണ് പരിഭാഷയില്? ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു, അങ്ങനെയാണോ ബിസ്മില്ലാഹിർ റഹ്മാനിന്റെ അർത്ഥം? അവിടെ തീരുന്നുണ്ടോ? അതൊരു ബഹറാണ്, അതൊരു ലോകമാണ്. ഓരോ ആയത്തും ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം. ഈ റാഹില് നീന്തല് പോസ്റ്റില് പഠിച്ചിട്ടുണ്ടോ? പോസ്റ്റൽ വഴി നീന്തല് പഠിക്കുന്ന പുസ്തകം വായിച്ചിട്ട് വെള്ളത്തിൽ ചാടുവോ? അതുപോലെ ഇരിക്കും പരിഭാഷ വായിച്ച് ഖുർആനെ ഒരു മിനിറ്റ് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ആ ഇംഗ്ലീഷ് പരിഭാഷ മാധവിക്കുട്ടിക്ക് കൊടുത്തപ്പോൾ മാധവിക്കുട്ടി വലിച്ച് ചവിട്ടുകൊട്ടെറിയത് അവരുടെ പുസ്തകം പോലെ. ഇങ്ങേറ്റം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് പോലും അതിന്റെ ഓതർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്നിട്ടാണ് ഈ പരിഭാഷ വായിച്ചിട്ട് നിങ്ങൾ ദീനെ വിലയിരുത്താൻ പോകുന്നത്. ദയവേത് ഈ ടോപ്പിക് അങ്ങോട്ട് നിർത്തുക. ഇതൊക്കെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഖുർആനല്ല, നീർമാതളം പൂത്ത കാലം മലയാളത്തിലെ കവിത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് മാധവിക്കുട്ടിക്ക് ആ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ട് മാധവിക്കുട്ടി അതെടുത്ത് ചവിട്ടുകൊട്ടയിലേക്ക് ഇറങ്ങി. ഇത് എന്റേതല്ല എന്നാ പറഞ്ഞത്. എന്തിനിപ്പോ മാധവി കുട്ടിക്ക് അടുത്തേക്കല്ല പോകുന്നത്? നമ്മള് പറഞ്ഞത് ഖുർആന്റെ കാര്യം പറയുമ്പോ ഖുർആന് മുമ്പിലുണ്ട്. ഖുർആനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു, ലളിതമാക്കിയിരിക്കുന്നു, ലോകവസാനം നിലനിർത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കും മനസ്സിലാവാത്ത കാര്യം എന്തിനാണ് ലോകവസാനം നിലനിർത്തുന്നത്? ഈ പിന്നെ ഇമാമിങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളെ മാത്രം നിലനിർത്തിയാൽ പോരെ? അത് മാത്രം എന്തിനാണ് ഖുർആൻ നിലനിർത്തുന്നുണ്ട് ആവശ്യമുള്ളത് ലോകവസാനം വരെ?
അതിലാർക്കും മനസ്സിലാവാൻ പോകുന്നില്ല. മനസ്സിലാവുള്ളവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു, ഇമാമുകളൊക്കെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അഭിപ്രായം പറയുന്നുണ്ടാ? നമുക്ക് വേറൊരു കാര്യത്തിലോട്ട് പോവാം. റാഹിലെ, സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്തുണ്ടല്ലോ, അതിനൊന്ന് പരിഭാഷപ്പെടുത്തിക്ക് നോക്കട്ടെ, ഒന്ന് കാണട്ടെ. എങ്ങനെ അതിനെ മനസ്സിലാക്കണം ഈ കാലത്ത്? ഇത് പറഞ്ഞത് ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്തിൽ പോയാലോ? അല്ലല്ല റാഹിലെ, നമുക്ക് മനസ്സിലാക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് പണ്ഡിതരല്ല, ഞാൻ മനസ്സിലാക്കി. ഇമാമിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇമാമിനെ കളയാൻ പോകും. അല്ല, മനസ്സിലാക്കിയ കാര്യം പറയാം. ഖുർആനായിട്ട് മനസ്സിലാക്കാം. അതല്ല, തൗബയുടെ 5-ാമത്തെ ആയത്തൊന്ന് ചെറിയൊരു കാര്യമേ ഉള്ളത്. നിങ്ങളെ ഹൃദയത്തിലുള്ളത് കാണുന്നത് ഞാനാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റോ? പ്ലീസ് ദയവ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയുകയാണെങ്കിൽ താങ്കൾക്ക് കാര്യം മനസ്സിലാക്കാം. ഞാൻ ചോദിച്ചതിന് ആൻസർ ഇങ്ങനെ തരാതെ പിന്നെയും നിങ്ങൾ ചോദ്യങ്ങളെല്ലാം വന്നാൽ എന്താ അർത്ഥം? ഇത് മറ്റേ ക്രിസ്ത്യൻ അനിൽ കൊടിത്തോട് നടത്തുമ്പോൾ പരിപാടിയല്ലേ നിങ്ങൾ? അതല്ലല്ലോ ശരി, അങ്ങനെ ചെയ്യല്ലേ. ഇപ്പൊ അതല്ലേ ശരിയല്ലേ? നമ്മളിത്ര നിങ്ങളും ഞാൻ വിശ്വസിക്കുന്ന ഒരു ഖുർആനിലാണ്, സോൾജറും നിങ്ങളും വിശ്വസിക്കുന്ന 2 ഗ്രന്ഥങ്ങളിലാണ്. ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഖുർആനിലാണ്. അടുത്ത് പോയിട്ടുണ്ടോ? ആര്? നിങ്ങൾ പോയിട്ടുണ്ടോ? അയാളുടെ അടുത്തൊക്കെ നമ്മള് പോയിട്ടില്ല. നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ ഇടനാഴിയിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോഴൊക്കെ റൂമിൽ സംസാരിക്കുന്ന കേൾക്കാറ്. അതുപോലത്തെ റൂമല്ല ഇത്. നമുക്ക് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ നടത്താൻ വേണ്ടിട്ടല്ല, അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വരുമ്പോ എനിക്ക് അറിയേണ്ട കാര്യം ഖുർആനിൽ ഇങ്ങനെ ഉണ്ട്, ഹൃദയത്തിൽ നോക്കുന്നത് ഞാനാണ്, നിങ്ങളെ ഹൃദയം കാണും ഞാനാണ്, ഹൃദയത്തിലുള്ളത് അറിയുന്നത് ഞാനാണ് എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്, അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്, അത് ശരിയാണ്. അള്ളാഹുവിന്റെ ശിഫത്താണോ? അള്ളാഹുവിന്റെ ശിഫത്താണോ? മനുഷ്യന്റെ ഹൃദയത്തിലുള്ള കാണുന്നത് അള്ളാഹുവിന്റെ ശിഫത്താണോ? സിഫത്ത് എന്ന് പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ ശിഫത്തിൽ പെട്ടതാണോ? അതെന്താന്ന് ചോദിച്ചു. സിഫത്ത് എന്ന് പറഞ്ഞ എന്താ? യാ സെമിയോ യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞോ. ശിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, അള്ളാഹുവിന്റെ വിശേഷണത്തിൽ പെട്ടതാണോ മനുഷ്യന്റെ ഹൃദയം കാണുക എന്നത്? ആണോ? നിങ്ങൾ പറഞ്ഞതൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് 5-ാമത്തെ ആയത്തിലേക്ക് സാബിത്തൊക്കെ പോവും. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് തിരിയും. ആണോ അല്ലേന്ന് പറയാതെ നിങ്ങൾ പിന്നെ അംഗീകരിച്ചുകൊണ്ട് 5-ാമത്തിലേക്ക് പോകും. അതിലെന്തോ കളിയുണ്ട്. എനിക്കറിയാം, സത്യം പറ പ്ലീസ്, എനിക്ക് അറിയാനുള്ള ആഗ്രഹം. അതാ പറഞ്ഞ റാഹിലിനെ തിരുത്തി തരാൻ വേണ്ടിയാണ്. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്. ആ പണ്ഡിതന്മാരെ അന്വേഷിക്കേണ്ട പണ്ഡിതന്മാർ ആര്, ഏത് പണ്ഡിതന്മാരെയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്, പണ്ഡിതന്മാരെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായമുണ്ട്, ഇതിൽ ഏതാണ് ഞാൻ തിരിച്ചറിയാനുള്ള മാർഗ്ഗം, എങ്ങനെ മാനദണ്ഡം എങ്ങനെ, ഒക്കെ നിങ്ങളിൽ എനിക്ക് അറിയണോ? അതിനാണ് ഇതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. അപ്പൊ അതാണ് ഡൗട്ട് ഞാൻ അറിയുന്നത്. അറിവില്ലാത്ത ഞാൻ നിങ്ങളോട് അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഹലോ, പറയൂ കഴിഞ്ഞോ? അത് പറയൂ. ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ശിഫത്താണെന്ന് പറഞ്ഞു, അത് ശരിയാണോ? അത് ശരിയാണ്, ശരിയാണ്, ശരിയാണ്. ഓക്കെ, ഇനി ചോദ്യം സമ്മതിക്കുന്ന ഇനിയില്ലാന്ന് നിങ്ങളോട് പറയണ മനസ്സിലാവണ്ട. ഞാൻ അത് അംഗീകരിച്ചു, ഇനിയില്ല. ഇനി നമുക്ക് സാബിത്തൊക്കെ പറഞ്ഞ വിഷയത്തിലേക്ക് പോവാം. ആ വിഷയം സംസാരിക്കേ. അത് അംഗീകരിക്കുമ്പോ എനിക്ക് മറ്റൊരു ചോദ്യം ഉണ്ട് നിങ്ങളോട് ചോദിക്കാൻ. അത് നെക്സ്റ്റ് ആയിട്ട് ചോദിക്കാന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്നിൽ നിന്നാണ് അറിയേണ്ടത്. നിങ്ങളോട് നമ്മൾ ഇത് റൂം ഇട്ടിരിക്കുന്നത് വരുന്നവർക്കൊന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും തിരിയാലോ. അപ്പൊ 5-ാമത്തെ ആയത്തിലേക്ക് നിങ്ങൾക്ക് വരുന്നവർക്ക് മാത്രമല്ല, നമ്മൾക്ക് അത് ആദ്യം മനസ്സിലാവേണ്ടത്, എന്നിട്ടാണ് വരുന്നവർക്ക്. അതല്ല ശരി, നമ്മൾക്ക് ആദ്യം മനസ്സിലാവാ. നമ്മൾ മനസ്സിലാക്കിയ ശേഷം വരുന്നവരെ മനസ്സിലാക്കി കൊടുക്കുക, അതല്ലേ അത് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനല്ലേ ഇസ്ലാം. വേറെ ആരിലേക്കും പോണ നിങ്ങളുടെ പരിപാടി എന്താ? ഈ ആൾക്കാരെ ഇപ്പൊ അതിരാത്രക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പരിപാടി? ഈ 2 ചെവിയും ഒരു വായും ഒരു മിനിറ്റ്. ഈ 2 ചെവിയും ഒരു വായും പടച്ചു തന്നിരിക്കണ എന്തിനാന്നറിയാവോ? എന്തിനാ 2 ചെവിയും ഒരു വായും? എന്താ 2 വായും 1 ചെവിയും തരാൻ എന്താണെന്നറിയോ? പഠിച്ചോ, ഇത് 2 ചെവിയാ വേണ്ടി. അത് കറക്റ്റ് ആയിട്ട് തോന്നുന്നത് 2 ഭാഗത്തുള്ളത് കേൾക്കാൻ വേണ്ടി. സാഹിലിന് 2 വായും 1 ചെവിയായി പോയി. അങ്ങനെ ആകരുത് നമ്മള്, കേട്ടോ. 2 വായും ഞാൻ സാഹിലിന് കൊടുത്തു. ഓക്കെ, കൂടുതൽ കേൾക്കുക, അതിന്റെ പകുതി സംസാരിക്കുക, അത്ര മതി. ഓക്കെ, അത് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. കറക്റ്റ്, ഞാൻ സമ്മതിച്ചു. ഓക്കെ, പറയൂ. അപ്പൊ 5-ാമത്തെ ആയത്തിലേക്ക് പോ. അതായിരിക്കും കുറച്ച്. നോക്കട്ടെ. സൂറത്ത് തൗബയാണോ? നോക്കട്ടെ ഞാൻ ആദ്യം. ഹലോ,
അതെ അതെ അതെ, സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്ത് മാത്രം. ആ ആയത്ത് മാത്രമാണ് എനിക്ക് വ്യാഖ്യാനിച്ച് തന്നെ കേട്ടോ. തഫ്സീർ എടുക്കാൻ പറ്റൂല, ഇമാമുകൾ എടുക്കാനൊന്നും അതല്ല, പറ്റില്ല. അയ്യോ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അല്ല, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. കോഴിക്കോട് വലിയ ഹാസി എന്താണോ അതിൽ എഴുതിയിട്ടുള്ള അത് ഞാൻ പറയാം. പറ്റൂല, വലിയ കാസി പറ്റൂല. ഞാൻ പറഞ്ഞത് ഖുറാന്റെ ആയത്തുജ് മാത്രം വ്യാഖ്യാനിക്കുക. താങ്കൾക്ക് ഖുറാൻ വായിച്ച് മനസ്സിലാവുന്നല്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞ? ഞാൻ പണ്ഡിതനെന്ന് പറഞ്ഞോ? അയ്യോ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ പണ്ഡിതനെന്ന് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ? എനിക്കറിയില്ല. ചെറിയ കാസിയാണെങ്കിലും ഖുർആന്റെ അർത്ഥം വെച്ച് ഒരാൾക്ക് സാധാരണക്കാരന് മനസ്സിലാവുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഖുർആൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ 5-ാമത്തെ മാത്രം വെച്ചൊന്ന് വ്യാഖ്യാനിച്ചോട്ടെ. അതല്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ? ഞാൻ ആൻസർ മാത്രം തരുവാണെങ്കിൽ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അതെ ഞാൻ മനസ്സിലാക്കിയത് വ്യാഖ്യാനിക്കുക. അങ്ങനെ ആദരണീയ മാസങ്ങൾ കഴിഞ്ഞാൽ സന്ധി ലംഘിച്ച ബ്രാക്കറ്റിൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ണിടത്തു വെച്ച് കൊന്നുകളയുകയും തടവുകാരായി പിടിക്കുകയും അവരെ വളയുകയും അവർക്ക് വേണ്ടി എല്ലാ കാവൽ സ്ഥലത്തും പതിയിരിക്കുകയും ചെയ്യുവീൻ. ഇനി അവർ ഖേദിച്ചു മടങ്ങുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ. റാഹിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. 5-ാമത്തെ വായിച്ചപ്പോഴായിരിക്കും പോടിയത്. അതെ 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 അതെ, അത് കഴിഞ്ഞപ്പോ പോയത്. പക്ഷെ ഒന്ന് വന്നു പോയി. ഇനി റേഞ്ച് പോയതാണോ അല്ല എന്താ വിഷയം എന്നറിയില്ല. 5-ാമത്തെ ആയത്ത് വായിച്ചിടങ്ങേറാവായിരുന്നാ മതി. അത് ഇടങ്ങേറാവും. ഖുറാൻ വെച്ച് മാത്രം വായിക്കണമെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചേ. ഖുറാൻ വെച്ച്. സാലിഹായ ജിന്നിന് എന്തോ ചോദിക്കാണ്ടെന്ന് പറഞ്ഞു. ചോദിക്കാൻ പറയട്ടെ? ചോദിച്ചോ. ഈ സാബിത്ത് നേരത്തെ ഈ നസ്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് ഈ നസ്ക് ചെയ്തപ്പെട്ട ആയത്തുകളെ നാസിഖായ ആയത്തും പകരം വന്ന ആയത്തുകളെ മൻസൂഹായ ആയത്തും അങ്ങനെയല്ലേ സാബിത്തെ? എനിക്കറിയില്ല, ഒരു സംശയമാണ്. ഈ നസ്കില് ശബ്ദം പോയി താങ്കളുടെ. എന്താണ് ചോദിച്ചത്? സാലിഹായ ജിന്നെ എത്ര ആയത്ത് നസ്ക് ചെയ്തിട്ടുണ്ടെന്ന്? എത്ര ആയത്ത് നസ്ക് ചെയ്തിട്ടുണ്ടെന്നോ? അതെ അത് എത്ര ആയത്ത് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, എനിക്കറിയില്ല. ഈ നസ്ക് ചെയ്ത ആയത്തുകളും അല്ലാത്തതൊക്കെ തിരിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് എന്ത് ചെയ്ത് അല്ലയും അക്ബൽത്തുലക്കും ദീനക്കും ഒറദീത്തുലക്കും ഇസ്ലാം ദീന എന്ന് പറഞ്ഞ് ഈ ഖുർആൻ്റെയും ഇസ്ലാമിൻ്റെയും സമ്പൂർണമായിട്ടുള്ള പരിസമാപ്തി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നെസ്ക് ചെയ്തോ ആദ്യത്തെ നിയമങ്ങളല്ല പിന്നുണ്ടാകുന്ന നിയമം. എത്ര ആയത്തുകൾ നെസ്ക് ചെയ്തു പോയി എന്ന് എനിക്കറിയില്ല. കാരണം എന്തെല്ലാം വിഷയത്തിൽ എന്തെല്ലാം സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആയത്തുകളും ഇറങ്ങിയിട്ടുള്ളതും അതിനെ അടുത്ത ആയത്തുകളെ കൊണ്ട് അതിൻ്റെ നിയമം പ്രാബല്യത്തിലില്ലാത്തതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഖുർആനിൽ ഇതെല്ലാം പരിപൂർണമാണ്. അതിന് ശേഷം പിന്നെ ഒന്നും നസ്ക് ചെയ്തിട്ടില്ല. ഈ നസ്ക് ചെയ്ത ആയത്തുകൾ നിലവിൽ ഖുർആനിൽ ഇല്ല എന്നാണോ സുലൈമാൻ സാഹിബ് പറഞ്ഞത്? അല്ല, അതിൽ ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ് തീരുമാനമാക്കിയിട്ടുണ്ട്. ഇജ്മാഇൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിൽ ഇന്ന് നിലവിലുള്ള ഖുർആനിൽ നെസ്ക് ചെയ്ത ആയത്തുകൾ ഇല്ല എന്നോ ഉണ്ട് എന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൻ്റെ പരിസമാപ്തിയുടെ സമയത്ത് ഇതെല്ലാം വേർതിരിച്ച് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ എത്ര ആയത്ത് നെസ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാണ് എൻ്റെ മറുപടി. നസ്ക് ചെയ്ത ആയത്ത് ഖുർആനിൽ ഉണ്ടല്ലോ നിലവില്, അതിന് മൻസൂഹായ ആയത്തും ഉണ്ട്, അങ്ങനെയല്ലേ? അത് ഒന്നിൻ്റെ ഹുക്കുമ് മറ്റൊന്നുകൊണ്ട് നെസ്ക് ചെയ്യപ്പെട്ട ആയത്തുകൾ ഖുർആനിലുണ്ട്. ഒരായത്തിൻ്റെ ഹുക്കുമ് മറ്റൊരായത്തുകൊണ്ട് നെസ്ക് ചെയ്ത് അത് വ്യക്തമായിട്ട് മുജ്തഹീദീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് പണ്ഡിതന്മാരുടെ ഇജ്മാഉള്ള കാര്യങ്ങളാണത്. ആ ഒരു വിഷയത്തിലേക്ക് നമ്മളധികം ഏതൊക്കെയാണ് നെസ്ക്, നമുക്കും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നെസ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
ഓക്കെ ഓക്കെ, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഖുർആന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചത്. 23 വർഷക്കാലം ജീവിച്ചത് വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ ഈ ഒരു ആവശ്യം റസൂലുള്ളാഹിന്റെ ആവശ്യമില്ലാതെ ഖുർആൻ നമ്മൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള എല്ലാവർക്കും ബോധ്യമല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റസൂലുള്ളാഹിന്റെ അധ്യാപനം ഇല്ലാതെ അത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹിന്റെ ദൗത്യം എന്താ? നബുവത്തും റിസാലത്തുമാണ്, പ്രവാചകത്വമുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങൾ മനുഷ്യരിലേക്ക്, ലോകത്തിന് മൊത്തം എത്തിക്കാനുള്ള ദൗത്യം രണ്ടും കൂടി കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കലിമത്തു തൗഹീദ് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ എന്ത് ചെയ്യൂല, പരിപൂർണ്ണ മുസ്ലിം ആവൂല. മുഹമ്മദ് റസൂലുള്ളാഹി വേണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് എവിടുന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അംഗീകാരം ഉള്ളത്? അത് മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെയാണ്. അപ്പോൾ പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനാണ്, നമ്മുടെ സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ നേതാവാണ്. പക്ഷേ അത് ഇന്നത്തെ കാലത്തല്ലല്ലോ, അത്രയും കാലം മുമ്പല്ലേ. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ആണ് ജനിച്ചത്. അവിടെയാണ് പ്രബോധനം തുടങ്ങിയത്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത്രയും വർഷങ്ങളെ കൊണ്ട് പല സാഹചര്യങ്ങളെയും പല രീതിയിലും അത് എത്തി ഇന്ന് വ്യക്തമായി നിലനിൽക്കുന്നു. അന്ന് വ്യക്തമാക്കിയത് അതേപോലെ ഇന്നും വ്യക്തമായി നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളിലൊക്കെ ശാഖാപരമായ കാര്യങ്ങളിൽ ചില ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസം, കാലത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഒക്കെ ഇതനുസരിച്ച് ചില സമയത്ത് എന്താ ദുഹർ നിസ്കാരത്തിൻ്റെ സമയം, അസർ നിസ്കാരത്തിൻ്റെ സമയം ചില പ്രദേശത്ത് ചെല്ലുമ്പോൾ അത് സമയം കുറച്ച് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അതിൻ്റെതായ വ്യക്തമായ തെളിവും കാര്യങ്ങളുള്ള മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞ് അതിൻ്റെതായ ഇജ്മാഉള്ള കാര്യങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. അല്ലാത്ത കാര്യത്തിലൊന്നും എന്തില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ നാസ് പറയാണ്, അല്ലെങ്കിൽ വേറൊരാൾ പറയാണ്, അല്ലെങ്കിൽ കരീംക്ക് പറയാണ്, അല്ലെങ്കിൽ സാബിത്ത് പറയാണ്, ഞാൻ ഖുർആനിൽ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായത്, ഞാൻ പറയാണ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഇതിനല്ലല്ലോ നമ്മൾ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളെ അഭിപ്രായ വ്യത്യാസം ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അത് എന്ത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന, താബിഈങ്ങൾ മുഖേന, സലഫു സാലിഹീങ്ങൾ മുഖേന നമ്മൾ എന്ത് ചെയ്തു? ഇന്നേ വരെ ഇസ്ലാമിൻ്റെ ആ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഞാൻ മുസാഫ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും അത് റാഹിലിനോട് 5-ാമത്തെ ആയത്ത് മറ്റേ സൂറത്ത് തൗബയിലെ 5-ാമത്തെ ആയത്ത് ഓതാൻ പറഞ്ഞപ്പോൾ പിന്നെ ആളെ കണ്ടിട്ടില്ല. ഇനി റേഞ്ച് പോയിട്ട് പോയതാണോ അത് ഓതി വിശദീകരിക്കാൻ പറ്റാത്തോണ്ട് പോയതാണോ എന്ന് അറിയില്ല. അല്ലാഹു അലം. ക്ലോസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്